ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആൻഡമാനിൽ നിന്നാണ്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ നമ്മൾ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ മരണകരമായ വലിയൊരു അനർത്ഥത്തിൽ നിന്നും കർത്താവ് ദൈവദാസനെ വിടുവിച്ച വലിയ വിടുതലും അങ്ങോട്ട് സ്പെഷ്യലായിട്ട് കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു സാക്ഷ്യവും കൂടെയാണ്. ഒരുപാട് കർത്താവ് ഉപയോഗിച്ചും കർത്താവിന് നാമത്തിന് വേണ്ടി നിന്ന ഒരു ദൈവദാസനാണ്. നിങ്ങൾ ഈ സാക്ഷ്യം വളരെയധികം ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി തീരും. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോൾ ഒത്തിരി സന്തോഷമായിരിക്കുന്നു, സൗഖ്യത്തോടുകൂടെ ആയിരിക്കുന്നു. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ദൈവം ഒത്തിരി ഉപയോഗിച്ച് ഈ ദിവസങ്ങളിൽ ഒരു വലിയ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് പിന്നെയും കർത്താവ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ കാലങ്ങളേക്കാൾ പിന്നെയും മൂർച്ചയുള്ള ഒരായുധമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കാൻ ആയിരിക്കാം കർത്താവ് അങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ കടത്തിവിട്ടത് എന്ന് കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിലൂടെ കടന്നു പോകുന്നതിന് മുന്നമേ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പാ. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവെ ഹല്ലേലൂയ ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവും കൂടെ ദാസൻ്റെ മേലെ കൽപ്പിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന ആരോഗ്യവും ബലവും എല്ലാം കൊടുത്ത് നടത്തിയാട്ട് അടിനെയും ബലപ്പെടുത്തിയാട്ട് സമ്പൂർണ്ണമായ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൻ്റെ വിടുതലിനും ആശ്വാസത്തിനും അതിലൂടെ കർത്താപ്പച്ചൻ്റെ മഹത്വമേറിയ നാമം ഉയർത്തപ്പെടേണ്ടതിനും മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 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 ദേവദാസനെ ആൻഡമാനിലാണെന്നറിയാം. ആൻഡമാനിലെ എവിടെ നിന്നാണ്? ആൻഡമാനിൽ പോർട്ട് ബെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോളിഗഞ്ച് എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ ഏരിയ ഉണ്ട്. അവിടെയാണ് ഞങ്ങളായിരിക്കുന്നത്. ഓക്കെ. ഒരുപാട് വർഷമായോ പാസ്റ്റർ? ഇവിടെ ഞങ്ങൾ 14 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എനിക്കറിയാം കർത്താവ് ആൻഡമാനിൽ നിന്ന് പലരും നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. ആൻഡമാനിലെ കർത്താവിൻ്റെ വേലയെന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ളതാണല്ലോ ആ ദേശത്ത്. അതനുസരിച്ച് എന്നാലും കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവത്തോട് അത്ഭുതകരമായി നടത്തുന്നല്ലോ. ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ, നടത്തട്ടെ. കർത്താവിൻ്റെ ദാസന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഒത്തിരി സ്നേഹവും നന്ദിയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇനിയുള്ള സമയം ഞാൻ ദൈവദാസന് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു പാസ്റ്ററെ. ആമേൻ. ആമേൻ. ക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് പ്രിയ ആൻറ്റിക്കും എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇപ്രകാരം ജോയ്സ് ടി വിയിൽ കടന്നു വന്ന് എളിയവന്റെ ജീവിത അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ യാത്രയിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമുക്ക് നോക്കുവാനുള്ളത് ദൈവത്തിന്റെ മുഖമാകിയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം എപ്പോഴും ഭാഗ്യം തരുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ, ഈ ആൻഡമാനിൽ പോർട്ട് ബെയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ 14 വർഷമായി ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. എളിയവനും ദൈവം എളിയവന് ജീവിത സഖിയായി തന്ന കൂട്ടാളിയും അതോടൊപ്പം തന്നെ ദൈവം കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺ പൈതലിനെ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേര് ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 14 വർഷമായി ഇവിടെ ആൻഡമാനിലായിരിക്കുന്നു. മോനിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരളത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കർത്താവിന്റെ കൃപയ ഇന്ന് വരെയും ദൈവം ഞങ്ങളെ ഈ ദേശത്ത് പരിപാലിക്കുകയും സഹായിക്കുകയും നടത്തുകയും ചെയ്യുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതാണ് ചെറിയൊരു എൻ്റെ കുടുംബ പശ്ചാത്തലം. സാക്ഷ്യത്തിന്റെ 2 ഘട്ടങ്ങളായി പറയുവാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടും ദൈവമക്കളെ.
ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ 9 മാസമായി എളിയവൻ കടന്നുപോയ ഒരു ജീവിത അനുഭവമുണ്ട്. ആ ജീവിത അനുഭവത്തെ ആദ്യമായി നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാനായി ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. അതിനുശേഷം പുറകോട്ടുള്ള കാലങ്ങളിൽ ദൈവം എങ്ങനെ നടത്തിയെന്നും കുടുംബ പശ്ചാത്തലവും ശുശ്രൂഷയും ഒക്കെ എങ്ങനെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റി അല്പമായി പങ്കുവയ്പ്പാനായി ദൈവത്തിന് താല്പര്യപ്പെടുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, പല ദൈവദാസന്മാരും വളരെ അനുഭവത്തോടുകൂടെ, വളരെ ശക്തിയേറിയ അനുഭവത്തോടുകൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നതും അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് അനേകരെ സ്റ്റേജിൽ നിന്ന് അനേകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അനേകരെ ഉത്തേജിപ്പിച്ചുകൊണ്ടും ഒക്കെ ശുശ്രൂഷിക്കുന്നത് എളിയവൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ അതൊക്കെ ചിന്തിക്കുമ്പോൾ, കർത്താവേ, ഇങ്ങനൊരു അനുഭവം എനിക്കില്ലല്ലോ, ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തോട് പറയാറുണ്ട്, മനസ്സിൽ അത് പറയാറുണ്ട്. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചു, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അങ്ങനെ ഒരു അനുഭവത്തോടു കൂടി നിന്ന് ശുശ്രൂഷിക്കണം എന്നുള്ളത് ഒരു താല്പര്യമായിരുന്നു, അകത്തെ ഒരു വാഞ്ചയായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു അനുഭവമാണ് ആദ്യമായിട്ട് ദൈവമക്കളോട് പങ്കുവെക്കാനായി ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 2025 ഞങ്ങൾ ഒരു വെക്കേഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പഞ്ചാബിലേക്ക് പോകാനായിട്ട് ഇടയായിരുന്നു. ഒരു ഷോർട്ട് ടൈം, ഒരു 1-1.5 ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. 2025 ഞങ്ങൾ ആൻഡമാനിൽ നിന്നും പഞ്ചാബിലേക്ക് അവിടെ ഒരു വെക്കേഷൻ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നുപോയി. അവിടെ ആയിരിക്കുമ്പോൾ തൊണ്ടയിൽ അല്പമായ ഒരു പ്രയാസം അനുഭവിപ്പാനായിട്ട് ഇടയാത്തീർന്നു. ഞാനത് കാര്യമാക്കിയില്ല. ഒരുപക്ഷെ കാലാവസ്ഥ മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ വെള്ളമോ മറ്റെന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗിക്കുന്നത് കൊണ്ടോ ഒരുപക്ഷെ ഉണ്ടായതാകാം എന്ന് ചിന്തിച്ചു. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ പഞ്ചാബിൽ നിന്നും കേരളത്തിലേക്ക് പോയി. കേരളത്തിലായിരിക്കുമ്പോഴും ആ ഒരു പ്രയാസം വീണ്ടും വീണ്ടും എൻ്റെ തൊണ്ടയിൽ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ വീട്ടുകാരൊക്കെ പറഞ്ഞു, അതുപോലെ വൈഫും പറഞ്ഞു, എന്നാലും ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കാം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരുപക്ഷെ തൈറോയിഡിന്റെ ആയിരിക്കാം, തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ അവിടെ നിന്ന് ഒത്തിരി സമയം നമുക്ക് ചിലവഴിപ്പാൻ ഇല്ലാത്തത് കൊണ്ട് ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനോ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും ഞാൻ മുതിർന്നില്ല. പിന്നെ വേഗത്തിൽ ഞങ്ങൾക്ക് ആൻഡമാനിൽ വന്ന് ശുശ്രൂഷയിൽ ചേരണം എന്നുള്ള താല്പര്യത്തോടുകൂടെ ഞങ്ങൾ ആൻഡമാനിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഞങ്ങൾ ആൻഡമാനിലേക്ക് വന്നു. ആൻഡമാനിൽ ചില മാസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ തൊണ്ടയുടെ ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ ശക്തമായിട്ട് വീങ്ങി അത് വല്ലാണ്ട് പുറത്തേക്ക് വരുന്നതായിട്ടൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഡോക്ടർ, ഞാൻ നമ്മുടെ സഭയിലെ വിശ്വാസികളും ദൈവമക്കളും എല്ലാവരും കൂടെ പറഞ്ഞു, പാസ്റ്റർ എന്താ ബുദ്ധിമുട്ട് കാണുന്നല്ലോ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാം. ഞാൻ ആദ്യമൊക്കെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നത്തെ അവർ കൂടുതൽ പ്രഷർ തന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഒരു സർജനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ ഒരു മുഴ പോലെ ഒന്ന് മുകളിലോട്ടും താഴ്ത്തും മൂവ് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, മറ്റൊരു ക്ലിനിക് സെന്ററിലേക്ക്, ഞങ്ങൾക്ക് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് ലെറ്റർ തന്നു. അവിടേക്ക് കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർമാര്, അവിടെ പാത്തോളജിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചോദിപ്പാണ്ടായിത്തീർന്നു, രാത്രിയിൽ ഉറക്കമുണ്ടോ, രാത്രിയിൽ സ്വെറ്റിംഗ് ഉണ്ടാകാറുണ്ടോ, രാത്രിയിൽ പനി ഉണ്ടാകാറുണ്ടോ, ചുമയുണ്ടാകാറുണ്ടോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ആ അൾട്രാസൗണ്ട് റൂമിനകത്ത് വെച്ച് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആദി വന്ന് കയറുന്നത് പോലെ, ഒരു ഭയം വന്ന് കയറുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അവര് പറഞ്ഞ ചോദ്യത്തിനൊന്നും എനിക്ക് നോ എന്നാണ്, അല്ല അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ആ സമയത്ത് എനിക്ക് എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് നോ എന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് ഞാൻ മറ്റാരെയും അധികം ഒന്നും കാണിച്ചില്ല. അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇതൊരു പക്ഷേ തൈറോയിഡിന്റെ ആയിരിക്കാം
എന്ന് പറഞ്ഞ് അദ്ദേഹം ആ, ഒരു സംശയത്തിന്റെ പേരിൽ FNAC ടെസ്റ്റ് കൂടെ ചെയ്യാൻ പറഞ്ഞു. FNAC ടെസ്റ്റ് ചെയ്തു. FNACയിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, തൈറോയ്ഡ് പരിശോധിക്കാം. തൈറോയ്ഡ് പരിശോധിച്ചപ്പോൾ തൈറോയ്ഡ് അല്പമായ തൈറോയ്ഡ് ഉണ്ട്, കാര്യമായിട്ട് ആ സമയത്ത് ഇല്ല. അപ്പോൾ അദ്ദേഹം തൈറോയിഡിനുള്ള മരുന്ന് തന്നു. ഞാൻ ആ മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2023 കഴിഞ്ഞ് 24ലേക്ക് വന്നു. 2024 ആയപ്പോൾ വീണ്ടും എന്റെ തൊണ്ടയുടെ ഭാഗത്ത് നീര് വെക്കുന്നു, അത് പുറത്തേക്ക് വീങ്ങി വരുന്നതായിട്ട് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം. ഇവിടെ ആൻഡമാനിൽ നമുക്ക് വലിയ ഫെസിലിറ്റി ഒന്നുമില്ല, നല്ല ഹോസ്പിറ്റലുകളോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് എങ്ങനെയായാലും നമ്മുടെ സ്വന്തം നാട്ടിൽ പോയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കേരളത്തിൽ പോയി അവിടെ ഡോക്ടറെ കാണിച്ചു. ഇതേ പ്രൊസീജിയർ തന്നെയാണ് പറയുന്നത്, അൾട്രാസൗണ്ട്, സ്കാനിങ്, FNAC ഇതെല്ലാം ചെയ്തു. അപ്പോ അവിടെയൊക്കെ അവരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരുപക്ഷെ തൈറോയിഡിന്റെ പല പല വേരിയന്റിനെ കുറിച്ചൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അവിടെ നിന്നും ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തത് ശരി ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ തൈറോയിഡിന്റെ മരുന്ന് തന്നെയാണ് കഴിക്കാനായിട്ട്, അത് കുറച്ച് ഡോസ് കൂട്ടിട്ട് അങ്ങനെ കഴിക്കാനായിട്ട് തന്നു. ഞാൻ മടങ്ങി ആൻഡമാനിൽ വന്നു. ആൻഡമാനിൽ വന്ന് വീണ്ടും അങ്ങനെ 4 പോകുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്കകത്ത് വീണ്ടും വീണ്ടും ആ പ്രയാസം വർദ്ധിക്കുകയാണ്. ചിലപ്പോൾ ശുശ്രൂഷയോടെ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തൊണ്ടയ്ക്കകത്ത് എന്തോ കിടന്ന് തട്ടുന്നത് പോലെയൊക്കെയുള്ള ഒരു പ്രയാസം. അതുകൊണ്ട് വീണ്ടും ചില മാസങ്ങൾക്ക് ശേഷം, അതായത് 2025 മെയ്യിൽ ഞങ്ങൾ കുടുംബമായിട്ട് നാട്ടിൽ കടന്നുപോയി. എങ്ങനെയായാലും ഡോക്ടറോട് ചോദിക്കാം, തൊണ്ടയ്ക്കകത്ത് മൊഴിയുണ്ടോ, ഓപ്പറേഷൻ ചെയ്യണമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ചിന്തയിൽ പോയി. അങ്ങനെ ഡോക്ടറെ കണ്ടു. പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്, VS സച്ചിദാനന്ദന്റെ മരുമോൻ ഡോക്ടർ തങ്കരാജ് എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എടോ തനിക്ക് ഓപ്പറേഷൻ ചെയ്യത്തക്കവണ്ണുള്ള പ്രശ്നമൊന്നുമില്ല, എങ്കിലും തനിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊരു തൈറോയിഡിന്റെ ഗ്രന്ഥി എടുത്ത് മാറ്റാം, അപ്പോൾ തൈറോയിഡ് പ്രശ്നമേ ഉണ്ടാകത്തില്ലല്ലോ എന്നുള്ള ചിന്തയിൽ എന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യാനിടയാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആജീവനാന്തം തനിക്ക് മരുന്ന് കഴിക്കണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കഴിക്കാം, തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് മാറ്റുന്നതിൽ താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല. അപ്പൊ എന്റെ മനസ്സിലെ ചിന്ത, ഇനി ഇതിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കേരളത്തിൽ വരണം അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരെ ആശ്രയിക്കണം എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരിക്കലായിട്ട് ആ പ്രശ്നം തീരുമെങ്കിൽ അത് തീർന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് സമ്മതിച്ചത്. അങ്ങനെ ഓപ്പറേഷന്റെ ഡേറ്റുകൾ തീരുമാനിച്ചു. 2025 സെപ്റ്റംബറിൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആൻഡമാനിൽ നിന്ന് കേരളത്തിലേക്ക് അവിടെ ചെന്ന് ഒക്ടോബർ 1-ാം തീയതി ഓപ്പറേഷൻ നടന്നു. വളരെ ദൈവത്തിന്റെ കൃപയാൽ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന. അതിനുശേഷം അതിൽ നിന്നുള്ള എടുത്ത മൊഴിയുടെ ഭാഗങ്ങളെല്ലാം അവർ ബയോപ്സിക്ക് അയക്കും. 20 ദിവസം കഴിഞ്ഞിട്ട് ബയോപ്സിയുടെ റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, ഇനി ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് മടങ്ങി ആൻഡമാനിൽ വരാം. അപ്പോൾ ഞാൻ അതിന് ആൻഡമാനിൽ വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം വളരെ പ്ലാൻ ആയിട്ട് നിൽക്കുക, വേഗത്തിൽ എനിക്ക് പോകാം എന്നുള്ള ചിന്തയിൽ. അങ്ങനെ ആ ബയോപ്സിയിൽ ഒന്നും കാണത്തില്ല എന്നുള്ള വളരെ പ്രത്യാശയോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. അങ്ങനെ ഒക്ടോബർ 22-ാം തീയതി ആയപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ടൈപ്പ് ലിംഫോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ എന്ന് പറയുന്നു. അതിനകത്ത് മറ്റ് ചില മെഡിക്കൽ ടൈപ്സ് അതിനകത്തുണ്ട്, അതൊന്നും എനിക്ക് ഫലിപ്പിക്കാൻ അങ്ങനെ അവിടെ നിന്നും ആ ബയോപ്സിയുടെ റിസൾട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഇളയവന് എന്റെ ഒരു കസിനുമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ആ ലബോറട്ടറിയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ഒരു ടൈപ്പ് ഓഫ് ലിംഫോമ എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോ ആ ലിംഫോമ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബ്ലഡ് ക്യാൻസർ ആണെന്ന് എനിക്ക് പിന്നീടാണ് എനിക്കത് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ആ റിപ്പോർട്ടുമായി എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു,
ഇത് വളരെ വ്യത്യസ്തമായ ഒരു റിപ്പോർട്ടാണല്ലോ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ആശ്ചര്യത്തോടു കൂടെ എൻ്റെ അടുത്ത് സംസാരിപ്പാൻ ഇടയാക്കി. അങ്ങനെ ആ, സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി, ആ, എടോ, തനിക്ക് ഞാൻ എന്തെങ്കിലും അടുത്ത് ഫർദർ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാം. അതുകൊണ്ട് ഞാൻ നിന്നെ RCCയിലേക്ക് റെഫർ ചെയ്യാം. അപ്പൊ RCCയിലേക്ക് റെഫർ ചെയ്യാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കും. RCC എന്ന് പറയുന്നതിൽ എനിക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. എന്റെ മനസ്സ് വല്ലാണ്ടൊന്ന് പിടഞ്ഞു. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതേ RCCയിൽ വേറൊരാളിനെ കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് മടങ്ങുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന ഒരു കാര്യം, കർത്താവെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ RCCയിൽ വരുവാൻ ഇടയാകരുത് എന്നുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. കാരണം ആ സമയത്ത് ഞാൻ കണ്ടു മനുഷ്യരുടെ കഷ്ടതകളും വേദനകളും, ആ പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടികളുടെ അവസ്ഥകളും ഒക്കെ ഞാൻ കണ്ട് വേദനയോടുകൂടെയാ അവിടുന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവസേനയിൽ അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ഡോക്ടറിൽ നിന്ന് ഇങ്ങനെ കേട്ടപ്പോൾ എന്റെ മനസ്സ് വല്ലാണ്ട് പെടും. ദൈവമേ, വീണ്ടും അവിടേക്ക് പോകേണ്ട അവസ്ഥയാണോ? ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നേ എന്നുള്ള ചിന്തയിൽ ഞാൻ അവിടെ വേദനയോടുകൂടെ നിന്നു. പിന്നത്തേതിൽ ശരി, അത് ഞാൻ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് RCCയിലേക്ക് അടുത്ത ദിവസം കടന്നു ചെന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുവാനായിട്ട് ഇടയാക്കി. അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേഗത്തിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കണം. അപ്പോൾ അതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞു, നമുക്ക് 3 ടെസ്റ്റ് ചെയ്യണം. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഒരു ബയോപ്സി ചെയ്യണം, ഒരു പെറ്റ് സ്കാൻ ചെയ്യണം, മറ്റൊന്ന് ബോൺ മാരോ ചെയ്യണം. അപ്പൊ ബോൺ മാരോ എന്നൊക്കെ കേട്ടപ്പോൾ അത് മീൻസ് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ബോൺ മാരോ ചെയ്യുന്ന. കാരണം ഞാൻ നേരത്തെ ഒരു വ്യക്തി അവിടെ കൊണ്ടുപോയത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ബോൺ മാരോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ ദൈവമേ, ഒരു കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന എനിക്ക് ഈ സാഹചര്യത്തിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, ഡോക്ടർ, ബോൺ മാരോ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഡോക്ടർ പറഞ്ഞു അത് ചെയ്യണം. അപ്പൊ മറ്റൊരു മാർഗമില്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല, അത് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ 4 ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ബോൺ മാരോ, ബയോപ്സി, അതോടൊപ്പം പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ അഡ്വാൻസ്ഡ് സ്കാൻ, ഇതെല്ലാം ചെയ്തിട്ട് വളരെ വേഗത്തിൽ റിപ്പോർട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ നിലവാരത്തിൽ ഡോക്ടർമാര് അവിടുത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അടുത്ത റിപ്പോർട്ടിന് അല്ലെങ്കിൽ അടുത്തൊരു ടെസ്റ്റിന് വേണ്ടി എഴുതത്തുള്ളൂ. പക്ഷെ എളിയവന്റെ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഡോക്ടർമാരുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. അതിനുവേണ്ടി ചില മാനുഷിക സഹായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഒരു RCCയിലേക്ക് പോയാൽ വേഗത്തിൽ ട്രീറ്റ്മെന്റ് ലഭിക്കുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എളിയവനെ കണ്ട ഡോക്ടർ അതോടൊപ്പം എളിയവന് വേണ്ടി സഹായിപ്പാൻ വേറൊരു വ്യക്തിയെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ശരി ആമേൻ, അശോകന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു കൊടുക്കാം, ഒരു ടെൻഷനും വേണ്ട, എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ടെസ്റ്റുകളെല്ലാം വേഗത്തിൽ ചെയ്തു. അവിടെ നിന്നും റിസൾട്ട് വന്നപ്പോൾ ബയോപ്സിയില് ഇതേപോലെ ലിംഫോമ എന്ന ഞാൻ ഡോക്ടറെ, ലിംഫോമ എന്താണ്? അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഇത് വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ആണ്. അപ്പോ ഞാൻ ചോദിച്ചു, മറ്റെന്തെങ്കിലും ഇതിന്റെ ഇതുണ്ടോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് നമ്മുടെ ശരീരത്തിന്റെ നോട്ട്സുകളിലേക്ക് ഇത് വ്യാപരിക്കും. അത് കഴുത്തിലാണ് ഇപ്പോ ആരംഭിച്ചിരിക്കുന്നെങ്കിൽ അത് ശരീരത്തിന്റെ ഭാഗത്തൊക്കെ എവിടെയൊക്കെ ഈ നോട്ട്സ് ഉണ്ടോ അവിടെ എല്ലായിടത്തും ഇത് വ്യാപരിക്കുകയും അങ്ങനെ പെട്ടെന്ന് അഗ്രസീവായ ഒരു ടൈപ്പ് ക്യാൻസർ എന്ന് പറയുന്ന കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കർത്തൃവേലയിലായിരിക്കും നമുക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ആ സമയത്ത് എന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗം എന്നറിഞ്ഞപ്പോൾ എന്നെ വേദനിപ്പിച്ച ഒത്തിരി ആൾക്കാർ. ഒരു സുവിശേഷ വേലയിലായിരിക്കുന്ന ഈ വ്യക്തിക്ക് എങ്ങനെ ഇത് വന്നു? അപ്പോ ഇദ്ദേഹം എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ കടന്നു വരുവാനായിട്ട് എത്തും. അതോടൊപ്പം തന്നെ
വളരെ ദുഃഖത്തോടു കൂടെ നമ്മുടെ കൂടെ നിൽക്കാം എന്ന് നമ്മളെ പ്രോമിസ് ചെയ്ത, അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പ്രോമിസ് ചെയ്തവർക്ക് ആ ഈ ഒരു രോഗത്തിന്റെ അവസ്ഥ കേട്ടപ്പോൾ അവരൊക്കെ പിന്മാറി. പിന്നെ മറ്റു ചിലർ ഇങ്ങനെ ചിന്തിച്ചു, ഈ പാസ്റ്ററിന്റെ ശുശ്രൂഷ അവസാനിച്ചു, ഇനി ശുശ്രൂഷ കാണത്തില്ല, തൊണ്ടയിൽ നിന്ന് ശബ്ദം വരത്തില്ല, അങ്ങനെയുള്ള പല അവസ്ഥകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ, കുത്തി വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ കേൾപ്പാനായിട്ട് ഇടയാക്കി. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, എന്നോട് അങ്ങനെ പറഞ്ഞ പാസ്റ്റർ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പാസ്റ്റർ എന്തോ വലിയ പാപത്തിൽ അകപ്പെട്ടിട്ടാണ് പാസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള രോഗം വന്നത്. പക്ഷെ ഞാൻ RCC പോയപ്പോൾ കണ്ടത് കൊച്ചു കുഞ്ഞുങ്ങൾ, 6 മാസമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, 3 മാസമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ ഈ 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളും ചെറിയ 10 വയസ്സും 15, 12 വയസ്സും ഒക്കെയുള്ള പല ടൈപ്പ് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ട് മാതാപിതാക്കൾ കയ്യിലൂടെ എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ കണ്ടു. അപ്പോ ഈ കുഞ്ഞുങ്ങളൊക്കെ എന്നാ പാപം ചെയ്തിട്ടാ, അവർക്ക് എന്നാ വലിയ തെറ്റ് ചെയ്തിട്ടാ ഈ അസുഖം അവർക്ക് വന്നു? അപ്പോ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, അസുഖം ആർക്കും വരാം, എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ ഇരിക്കുമെന്നുള്ളതാണ്. കാരണം തിരുവചനം പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും, ആ വെള്ളം നിന്നെ ഒന്നും ചെയ്യത്തില്ല. നദിയിൽ കൂടെ കടന്നു പോകേണ്ടി വരും, നദി നിന്നെ മുക്കത്തില്ല. അഗ്നിജ്വാലയിൽ കൂടെ കടന്നു പോകേണ്ടി വരും, പക്ഷെ അഗ്നിജ്വാല നമ്മെ ദഹിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ദൈവമക്കളെ എളിയവനും കഴിഞ്ഞ ആ ട്രീറ്റ്മെന്റ് സമയത്ത് അനുഭവിച്ചത്. അങ്ങനെ ഡോക്ടർമാർ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. 1ാമത്തെ കീമോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്റെ ശരീരം, ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എന്റെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കീമോതെറാപ്പിയാണ് ഒരു ദിവസം എളിയവന് ഫസ്റ്റ് കീമോ ആയിട്ട് എടുത്തത്. ഫസ്റ്റ് കീമോ മാത്രമല്ല, എല്ലാ കീമോകളും അത്രേ ഡ്യൂറേഷനുള്ള. അങ്ങനെ 1ാമത്തെ കീമോ കഴിഞ്ഞ് പോവാ. ഞാൻ വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഇന്ന് വരെ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചില്ല, ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തോടെ കൂടെ കടന്നു പോകണമെന്ന്. പക്ഷേ അവിടെ കൂടെ കടന്നു പോകുമ്പോൾ പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്, ക്യാൻസർ ബാധിച്ച മനുഷ്യരുടെ. പക്ഷേ അതിൽ കൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ വേദനയും അവരുടെ പ്രയാസവും എന്തുമാത്രമാണെന്ന്. അങ്ങനെ 1ാമത്തെ കീമോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഭവനത്തിൽ പോയി വിശ്രമിക്കുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, വേദനിപ്പിക്കാൻ ആർക്കൊക്കെ പറ്റുമോ അവരെല്ലാവരും വേദനിപ്പിച്ചു, ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ. പക്ഷേ അവിടെയൊക്കെ നിർത്തിയത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോ ഈ കീമോയുടെ ഈ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ, അവൾ ആൻഡമാനിലായിരുന്നു, പെട്ടെന്ന് എന്റെ അവസ്ഥ അറിഞ്ഞ് ഓടി നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ചോദിച്ചത്, ഈ അസുഖം വന്നാൽ ജീവിച്ചിരിക്കോ? ക്യാൻസർ വന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യര് മരിച്ചു പോകും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ദൈവാത്മാവ് അവിടെ ഇടപെട്ട ഒരു വചനമാണ് 118 സങ്കീർത്തനത്തിലുള്ളത്, 17 വാക്യം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവമക്കളെ, ദൈവവചനത്തിൽ ഒത്തിരി ശക്തിയുണ്ട്. വേദനയുടെ കടന്നുപോയ, അല്ലെങ്കിൽ ആ കീമോ കഴിഞ്ഞിട്ട് ഭവനത്തിൽ വന്നിട്ട് എന്റെ ശരീരത്തിൽ എന്ത് അസുഖം ആണ് അടുത്ത് വരാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരിക്കൽ വയറിന് വേദനയാണെങ്കിൽ തലയ്ക്ക് വേദനയാണെങ്കിൽ ശരീരത്തിനൊരു വിറയിൽ, എങ്ങനെ എന്താ അടുത്തൊരു അസുഖം വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ കടന്നുപോയി. അങ്ങനെ 1ാമത്തെ കീമോ കഴിഞ്ഞു. 2ാമത്തെ കീമോയില് 1ാമത്തെ കീമോ കഴിഞ്ഞപ്പോ തന്നെ മുടിയെല്ലാം പോയി, ശരീരത്തിന്റെ മൊത്തം മുടിയും പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ,
ഇനി മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെ നോക്കുന്നേ? ഇന്നലെ വരെ നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ഹിന്ദു ഭവനമാണ്. അപ്പൊ അവരുടെ വീടിന്റെ തൊട്ട് ഇപ്പുറത്തിരുന്ന് നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ജീവനുള്ള ദൈവമാണ്, നമുക്ക് നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ഒരു ഭാരവും പ്രയാസപ്പെടേണ്ട എന്നൊക്കെ, ജീവനുള്ള ദൈവം കൂടെയുണ്ട് എന്നുള്ള പറയുന്നതും പാടുന്നതും ഒക്കെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ അവർ കേൾക്കുന്നതാ. അപ്പൊ അവരെന്നും രാവിലെ വന്ന് അവരുടെ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ, അതായത് അവരുടെ കാര്യങ്ങൾ, അതായത് അങ്ങനെ ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു. അപ്പോ അവരുടെ മുന്നിൽ ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി നമുക്കിത് ഭവിച്ചല്ലോ എന്ന് അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്നുള്ള ചിന്തയും, അതോടൊപ്പം തന്നെ മറ്റൊരു മുമ്പിൽ ഞാനൊരു ദൈവദാസനാ, ദേശത്തിന്റെ മധ്യത്തില് ഒരു ശുശ്രൂഷകനാ. അപ്പൊ ശുശ്രൂഷകനായ നിനക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ആൾക്കാർ ചോദിക്കും. ഞാൻ പറഞ്ഞത്, നിനക്ക് ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. മറ്റാർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒരു മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തി കളഞ്ഞ ഒത്തിരി അനുഭവങ്ങൾ ആ സമയത്തുണ്ടായി. അങ്ങനെ മുടി പോയപ്പോൾ പുറത്തിറങ്ങാൻ ഒരു ഒരു വല്ലാത്ത പ്രയാസം. എങ്ങനെ മനുഷ്യരുടെ അടുത്ത് പോവും, എങ്ങനെ ചർച്ചിൽ പോയി നിൽക്കും? പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃസഭയിൽ നമ്മള് അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച വരെ അവിടെ പോയി നിന്ന് ശക്തമായി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചതാണ്. പിന്നെ ഇനി ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷം ഒന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇങ്ങനെ ഒരു മൊട്ടത്തലയോടുകൂടെ അവിടെ ഇങ്ങനെ പോയി നിൽക്കും. ഇങ്ങനെയുള്ള പല ചിന്തകള് മനസ്സിനെ വിഷമിപ്പിച്ചു. ഇങ്ങനെ ഒന്നാം കീമോ, രണ്ടാം കീമോ കഴിഞ്ഞ്, മൂന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ, നാലാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു CT സ്കാൻ ചെയ്യണം. അപ്പോൾ CT സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ, അങ്ങനെ CT സ്കാൻ ചെയ്ത് നോക്കി, എന്റെ കഴുത്തിന് ചുറ്റും ഒത്തിരി മുഴകളുണ്ടായിരുന്നു. ഇവിടെ എല്ലാം പല മുഴകളുണ്ടായിരുന്നു. ഡോക്ടർ അതെല്ലാം പോയിന്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ നാലാമത്തെ കീമോ കഴിഞ്ഞിട്ട് ഡോക്ടർ അത് നോക്കിയപ്പോൾ ആ മുഴകൾ അവിടെ നിന്നും വാനിഷ് ആയിരിക്കുന്നു, അവിടെ ഇല്ല എന്ന് ഒരു നല്ല റിപ്പോർട്ട് കിട്ടുവാനിടയായി തീർന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് ഇനി അതിന്റെ പൂർണ്ണമായ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ 6 കീമോയും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ 2 കീമോയും കൂടെ കഴിഞ്ഞു. അപ്പോൾ ദൈവമക്കളെ, ആ കീമോ എടുക്കുന്ന സമയത്ത് വിരലിലൊക്കെ കറുക്കും. ഈ ഇതിപ്പോ ഈ ഇച്ചിരി ഇതേ ഉള്ളൂ, ബ്ലാക്കേ ഉള്ളൂ ഈ വിരലിലൊക്കെ. ഇതൊക്കെ ഈ നഖം കറുക്കും, കൈക്ക് എല്ലാം കറുത്തിട്ട് ബോഡി എല്ലാം വേറൊരു ലെവലാവും. നമ്മൾ കണ്ടാൽ ഒരു ഡെഡ് ബോഡിയുടെ ലെവലാ, കാരണം അങ്ങനെയായിരിക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെ പോയാലും ദൈവമഹത്വം ആരിലൊക്കെ വെളിപ്പെടുത്തണമെന്ന് ദൈവം പദ്ധതി ചെയ്തിട്ടുണ്ടോ, അവരിൽ കൂടെ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അങ്ങനെ കീമോ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു അനുഭവം കൂടെ പറയട്ടെ. പലപ്പോഴും ബ്ലഡ് കൗണ്ട് കുറയും, പ്ലേറ്റ്ലേറ്റ്സ് കുറയും, പെട്ടെന്നെല്ലാം ശരീരം വല്ലാണ്ട് ഡൗൺ ആവും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് പിന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ, പിന്നെ കൗണ്ടിന് ഇടാനുള്ള ഇഞ്ചക്ഷൻ, പിന്നെ ഹോസ്പിറ്റലിൽ പോകും, അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇന്ന് വരെ കടന്നുപോയി. ഞാനൊരു 40-ആം വയസ്സ് വരെ ആഗ്രഹിച്ചിരുന്നത്, ദൈവമേ ഈ 40 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം എന്നെ നടത്തും, ഒരു കുഴപ്പവും കാണത്തില്ല. എപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് അങ്ങ് യഹോവ ഈരിയായി കൂടെ ഇരിക്കണം, യഹോവ റാഫയായി കൂടെ ഇരിക്കണം, യഹോവ ഷമ്മയായി കൂടെ ഇരിക്കണം. ഇങ്ങനെയുള്ള ദൈവത്തിന്റെ പേരുകൾ പറഞ്ഞ് എല്ലാ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാറില്ല. അപ്പം എന്റെ മനസ്സിലുള്ള അങ്ങനെ ഒരു ധൈര്യം വന്ന്, അശോക്, നോ നീഡ് ടു വെറി അബൌട്ട് എനിത്തിങ്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ 40-ആം വയസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം കടന്നു വന്ന, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം അത് അല്പം ഒന്ന് ഷെയ്ക്ക് ആക്കിയെങ്കിലും, ഒന്ന് ഉടഞ്ഞെങ്കിലും ദൈവം മറ്റൊരു പാത്രമാക്കി പണിയുവാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ 6-ാമത്തെ കീമോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു സ്കാൻ ചെയ്യണം, പെറ്റ് സ്കാനാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ആ സ്കാനിങ് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 6 ആഴ്ചക്ക് ശേഷമേ എടുക്കാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് ഞാനൊരു ദൈവദാസനെ കണ്ടു, അദ്ദേഹവുമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം,
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല, ഞാൻ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാ പോകുന്നത്, അപ്പം പറഞ്ഞില്ല എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഇവിടെ ആൻഡമാനിൽ വരണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന ശുശ്രൂഷയിൽ കൂടെ വിളിച്ചു പറഞ്ഞ ദൈവദാസനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു പോയിട്ട് ഞങ്ങൾ കുടുംബമായി, ഞങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം അങ്ങനെ പ്രവചനമായി വിളിച്ചു പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു പോയിട്ട് ഞങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിക്കണം പാസ്റ്റർ, ഞങ്ങള് ആൻഡമാനിൽ നിന്ന് നാട്ടിൽ വന്നിരിക്കുന്നു. വേറെ വിശേഷമൊന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പ്രിയമകനെ, നിന്റെ ഒന്നാം ഘട്ട ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ രണ്ടാം ഘട്ട ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്താനുള്ള സമയമായിരിക്കും. നീ അതിനായി ഒരുങ്ങിക്കൊള്ളുക. നിനക്കെതിരെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒത്തിരി മൃഗങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നായ്ക്കളൊക്കെ വല്ലാണ്ട് ഓരിയിടും. പക്ഷേ സൂര്യനെ അതൊന്നും അഫക്റ്റ് ചെയ്യാറില്ല. സൂര്യൻ ഉദിച്ച് അതിന്റെ സമയത്ത് ഒരു സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് വരുന്നത് പോലെ നീ നിന്റെ ശുശ്രൂഷയും ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോ അദ്ദേഹം അതിനോട് ചേർന്ന് പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഭയങ്കര പ്രത്യാശയായി അവസാനം അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, പാസ്റ്ററെ, ഇത് തീർച്ചയായിട്ടും ദൈവാത്മാവ് തന്നെയാണ് അങ്ങയിൽ കൂടെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഉറപ്പ് തന്നെ. അപ്പോൾ ഞാൻ ഈ കീമോയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങനെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ, അതോ എന്റെ ശുശ്രൂഷ അവസാനിച്ചു, എനിക്ക് ഒന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് പല ചോദ്യങ്ങൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു. കാരണം കീമോയിൽ കൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യന് ഒരു ഫീലിംഗും ഇല്ല. ഞാൻ ക്ഷമിക്കണം, ഞാൻ വീണ്ടും റിപ്പീറ്റ് പറഞ്ഞു, സന്തോഷം കാണത്തില്ല, ആരുടെ സ്നേഹം തോന്നത്തില്ല, എന്ത് ചെയ്യണം, എവിടെയെങ്കിലും കൊണ്ട് ഇരുന്നാൽ അവിടെ അങ്ങ് ഇരിക്കും, കിടന്നാൽ അങ്ങനെ കിടക്കും. അപ്പം അങ്ങനെ കടന്നുപോയി ബൈബിള് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഉള്ളിൽ താല്പര്യമുണ്ട്, പക്ഷേ അതിന് പോലും പറ്റാത്ത ഒരു ശാരീരിക അവസ്ഥയിൽ കൂടെയാ കടന്നുപോയി. അങ്ങനെ ഞാൻ ദൈവത്തിന് ചോദിച്ചു, കർത്താവ്, അങ്ങ് എന്നെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റുകയാണോ? അപ്പോൾ എന്റെ ഉള്ളിൽ തന്നെ ദൈവം പ്രാർത്ഥിക്കാൻ ഇട്ടു തന്ന ഒരു ശബ്ദമാ, നിനക്ക് രണ്ടാം ഘട്ടം ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോ അങ്ങനെ എനിക്ക് ദൈവം പ്രാർത്ഥിക്കാൻ ഇട്ടു തന്ന ആ ശബ്ദം ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ദൈവദാസനെ കാണാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി, ഇല്ല, നിനക്ക് ശുശ്രൂഷ തീർന്നിട്ടില്ല, രണ്ടാം ഘട്ട ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ ഉയർത്തും. ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത വെച്ചിട്ട് പറയും, എല്ലാം അവസാനിച്ചു, തീർന്നു, ഇനി മുന്നോട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികൾ ഓരോ ദിവസവും പുതുതായിക്കൊണ്ടിരിക്കുക. അത് വചനം പറയുന്ന പോലെ നമ്മുടെ ബുദ്ധി അവസാനിക്കാം, ദൈവത്തിന്റെ ബുദ്ധിയെ അവസാനിപ്പിക്കാനോ ദൈവത്തിന്റെ ജ്ഞാനത്തെ അവസാനിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് തന്നെയാണ് എളിയവന് പറയാനുള്ളത്. അങ്ങനെ ദൈവം ആ സാഹചര്യത്തിൽ കടന്നുപോയി. അപ്പോൾ ആ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഒന്ന് പ്രത്യേകം ഓർക്കണം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളി ഭയങ്കര ഒരു ബലമാണ്. അതുകൊണ്ട് അവരും ആ ജീവിത പങ്കാളിയുമായിട്ട് നിന്ന് കൈപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം, പ്രത്യേകിച്ച് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിന്റെ മേഖലയിൽ അങ്ങനെയുള്ള പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഒന്ന് ചേർത്ത് പിടിച്ചോണം. കാരണം അവരുടെ സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട് ആ ജീവിതത്തിന്റെ മേഖലകളിൽ തളർന്നു പോകാതെ, കാണുപോകാതെ അവർക്ക് ഭയങ്കര ബലമായിരിക്കും. നിങ്ങൾ പറയുന്ന ശബ്ദം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അവരുടെ രോഗത്തിൽ നിന്നോ പ്രതികൂലത്തിൽ നിന്നോ മാനസികമായ പ്രശ്നങ്ങളിലൊക്കെ പുറത്തു വരുവാൻ ഒത്തിരി ആശ്വാസകരമായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിത പങ്കാളിയെ അവസാനം വരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടയായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതോടൊപ്പം പറയട്ടെ, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ 6ാമത്തെ കീമോ കഴിഞ്ഞു, പെറ്റ് സ്കാൻ ചെയ്യാനുള്ള ഡേറ്റ് വന്നു. പെറ്റ് സ്കാൻ ചെയ്തു. ഡോക്ടറെ അടുക്കിലേക്ക് അതിന്റെ റിസൾട്ട് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയുന്നു, നിന്റെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകളില്ല. അപ്പൊ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ച, അല്ലെങ്കിൽ ഒത്തിരി നന്ദി പറഞ്ഞൊരു അവസരമാണ്.
കാരണം ദൈവമേ ഇത്രയും ഷോർട്ട് പീരീഡ് കൊണ്ട് ഇത്രത്തോളം മിറക്കിൾ നടന്നു. അപ്പോൾ അതിന് പിന്നിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജോയ്സ് ടിവിയിലുള്ള ദൈവമക്കൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അനേകർ എളിയന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സമയം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അങ്ങനെ ഒത്തിരി ദൈവമക്കൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രാർത്ഥിച്ചത് ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അങ്ങനെ എളിയവനെ സൗഖ്യമാക്കിയ ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ശരി, അത് കഴിഞ്ഞു. ആ ഒരു ഒന്നാം ഘട്ട അല്ലെങ്കിൽ ആദ്യത്തെ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇനി റേഡിയേഷൻ കൂടെ ചെയ്യണം. കാരണം ഇവിടെ ഓപ്പറേഷൻ ചെയ്തതാണ്. ഓപ്പറേഷൻ ചെയ്തതിന്റെ അതിനകത്ത് എന്തെങ്കിലും സെല്ലുകൾ ഇനി അതിന്റെ റൂട്ടോടുകൂടി അതിനെ വെച്ച് കഴിയണമെങ്കിൽ റേഡിയേഷൻ ചെയ്യണം. അങ്ങനെ 15 ദിവസത്തെ റേഡിയേഷൻ. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ദൈവം ചെയ്ത പ്രവൃത്തികൾ. അതൊന്നും ഇപ്പോൾ വിവരിക്കാൻ സമയമില്ല. കാരണം ഡോക്ടർമാരുടെ സമയം എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിന്നിരുന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. കാരണം ഈ ജൂൺ മെയ് അവസാനം മാത്രമേ എന്റെ ട്രീറ്റ്മെന്റ് കഴിയത്തുള്ളൂ ഡോക്ടർമാരുടെ കണക്കനുസരിച്ച്. പക്ഷേ ഡോക്ടർമാരുടെ ഡേറ്റുകളൊക്കെ മാറ്റി എഴുതി ദൈവം എല്ലാം സഹായിച്ചു. വളരെ വളരെ അത്ഭുതകരമായ രീതിയിൽ ആ ഹോസ്പിറ്റലിനകത്ത് പ്രവർത്തിച്ചെന്ന് വേണം പറയാൻ. കാരണം അവിടെ ഒരു ഡേറ്റ് ഹോസ്പിറ്റലിൽ എഴുതിയാൽ അതിനെ മാറ്റണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ആ ദിവസം മാത്രമേ അത് അലോട്ട് ചെയ്ത് തരത്തുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ചില വൻകരങ്ങൾ അവിടെ ചെയ്യുന്നു, പ്രവൃത്തിയിൽ ചെയ്തു. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എല്ലാം വേഗത്തിൽ ചെയ്യുവാനായിട്ട് തീർന്നു. അങ്ങനെ 15 ദിവസത്തെ റേഡിയേഷൻ കഴിഞ്ഞു. പറയാനുള്ള ഒരു കാര്യം, റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ശക്തിയുള്ള ലേസർ പവർ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിട്ട് അകത്തെ നമ്മുടെ ക്യാൻസർ സെല്ലുകളെ കരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിനോടുകൂടെ അവിടെ ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുത്ത പലരുടെയും ഈ കഴുത്തിന്റെ ഭാഗമെല്ലാം കറുത്ത് ആ റേഡിയേഷന്റെ പവർ കൊണ്ട് വിണ്ടുകീറി ഒരു തുള്ളി ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ അവരൊക്കെ വേദനയോടുകൂടെ ഞങ്ങളെടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, റേഡിയേഷന് പോകുമ്പോൾ ഞങ്ങളെടുത്ത് അവർ ചോദിക്കാറുണ്ട്, നിങ്ങളിൽ ആരാ അസുഖക്കാരൻ? അപ്പൊ എനിക്കാ പ്രശ്നം. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നൊന്നും തോന്നുന്നില്ലല്ലോ, ഞങ്ങളുടെ നോക്കി ഇവിടെ എല്ലാം വല്ലാണ്ട് കറുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമക്കളെ നോക്കാൻ പോലും നമുക്ക് അറപ്പ് തോന്നും. അങ്ങനെ രീതിയിൽ ആ റേഡിയേഷൻ അവിടെ ആയിരിക്കുന്നത്. എന്നിട്ടത് പൊട്ടിയിട്ട് അവിടുന്ന് ആ വ്രണത്തിൽ നിന്ന് നീരൊലിച്ചിറങ്ങും. അങ്ങനെയുള്ള അവസ്ഥകൾ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടു. എന്റെ കൂടെ അവിടെ റേഡിയേഷൻ എടുത്ത സഹോദരന് 6-ാം ദിവസം കഴിഞ്ഞപ്പോൾ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് ഫുഡ് കൊടുക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയാ, എളിയവൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പേ ഇങ്ങനെ ഇരുന്ന് ഇന്നും ആ സഹോദരൻ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദിച്ചു എങ്ങനെയിരിക്കും. ഞാൻ പറഞ്ഞു സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര വേദനയാ, പനി പിടിച്ച് വല്ലാണ്ട് വിറച്ചു കിടക്കുക. ദൈവമക്കളെ, അതിന്റെ പറ്റത്തില്ല എളിയവൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ജീവനുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു അപ്പനും. അവൻ എന്തെങ്കിലും ആ അപ്പൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറത്തില്ല എന്ന തെളിവാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പായിരിക്കും. അതുകൊണ്ട് ട്യൂബിടേണ്ടി വന്നില്ല, ഇവിടെ വിണ്ടു കീറിയില്ല, വന്നില്ല, സ്കിൻ കറുത്തു പോയില്ല. ഒരല്പമായ പ്രയാസം ഉണ്ടായി, അത് നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാമായിരിക്കും. അല്പമായ പ്രയാസം ഉണ്ടായി. അപ്പോൾ വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിച്ചു പോകേണ്ട സാഹചര്യങ്ങളായിരുന്നു ദൈവമക്കളെ, പക്ഷേ ലജ്ജിച്ചു പോകാനിടയാക്കിയില്ല. ഇനി മറ്റൊരു ഭാഗം പറയട്ടെ. ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി കഴിയാൻ പോകുമ്പോൾ കരങ്ങൾ ശൂന്യമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടെ എന്ത് ചെയ്യണം, ആരെ ആശ്രയിക്കണം ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് സാമ്പത്തികമായ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു വഴിയില്ല. പക്ഷേ
ദൈവം തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം സഹായിച്ച ഒത്തിരി മുഖാന്തരങ്ങളുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ വലിയ എമൗണ്ട് ഒന്നും അല്ല, പക്ഷെ ചെറിയൊരു എമൗണ്ട് അതിനെ ഒന്ന് പറയുന്നത് ദൈവനാമത്തിന് മഹത്വമായി തീരും. ഞങ്ങൾ RCCയിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങുന്ന വഴിക്ക് മ്യൂസിയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭവനത്തിലേക്ക് വരുന്നത്. അപ്പൊ മ്യൂസിയം എന്ന് പറയുന്ന സൂ ഒക്കെ ഉള്ള ഒരു ആ ഭാഗം, അവിടെ ഒരു ആന്റി ഫ്രൂട്ട്സ് വെച്ച് വിൽക്കും. അങ്ങനെ അവരുടെ അടുക്കൽ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പോയി. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ദേവദാസിനെ ഒരു ചെറിയൊരു നന്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ കൊടുത്ത അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് ദേവദാസിന് ഈ നന്മ സ്വീകരിക്കണം. ഞങ്ങൾ ഈ അവസ്ഥ ഞങ്ങൾ ആക്ച്വലി ഒന്ന് ചോദിക്കാൻ പോയത് ഇവിടെ എവിടെയെങ്കിലും ചർച്ച ഉണ്ടോ എന്ന് ചോദിക്കാനാണ് പോയത്. അപ്പൊ ആ ആന്റി പെന്തക്കോസ്റ്റ് ആന്റിയാണ് നിങ്ങൾ മനസ്സിലായി. പെന്തക്കോസ്റ്റുകാരെ കാണുമ്പോ അറിയാലോ. അപ്പൊ അവരെ കണ്ട് ചർച്ച ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ് പോയത്. അപ്പൊ അവര് എന്താ കാര്യം? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇന്നതുപോലെ ഞങ്ങൾ വന്നതാണ്, ജസ്റ്റ് ഏതെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ ഒന്ന് കടന്നുപോയി സൺഡേക്ക് ആരാധനയ്ക്ക് കൂടാൻ നല്ലതായിരിക്കും എന്നല്ലോ എന്നുള്ള ചിന്തയിൽ. അപ്പൊ അവര് അന്നേരം പറഞ്ഞത് ഇത് പിടിക്കണം പാസ്റ്ററെ. അപ്പൊ ഞാൻ പറഞ്ഞത് ദൈവം കരുതിയ വഴികളുടെ ആമേൻ ശ്രേഷ്ഠതയാണ്. അതിൽ ഒത്തിരി ദൈവമക്കൾ പല നിലവാരത്തിൽ കരങ്ങൾ നീട്ടിയത് ഞങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. കാരണം ഈ അസുഖം വന്നിട്ട് എന്നെ അസുഖത്തിനിടയിൽ ഞാൻ കീമോ എടുത്ത് കിടക്കുമ്പോൾ ദേവദാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ക്യാൻസർ വന്നതാണ്. അദ്ദേഹം പൂനെയിലുള്ള ഒരു ദേവദാസനാണ്. ക്യാൻസർ വന്നതാണ്, എനിക്ക് 38 ലക്ഷം രൂപ ചിലവായി. അപ്പൊ ദൈവദാസന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും എന്ന് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ പറഞ്ഞു എനിക്ക് എങ്ങനെയാണ്, ആരാണ് സഹായിച്ചെന്നൊക്കെ അദ്ദേഹം എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ദൈവമക്കളെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയാണെന്ന് നമുക്ക് തോന്നുമ്പോൾ അവിടെ നീരൊഴുക്കുകളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയുള്ള നീരൊഴുക്കുകൾ പല നീരൊഴുക്കുകൾ ദൈവം തന്നതുകൊണ്ടാ ആ ട്രീറ്റ്മെന്റ് ഭംഗിയായിട്ട് പൂർത്തിയായത്. അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്യാൻസർ ബാധിച്ച ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം വിൽക്കേണ്ടി വരും, പുരയിടം വിൽക്കേണ്ടി വരും. അവരുടെ നന്മകളൊക്കെ വിറ്റ് പറക്കിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ദൈവം അവിടെയൊക്കെ കരുതി തോർത്ത് എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് വിജയകരമായ ഒരു സാക്ഷ്യം. ഇന്ന് ഇളയവൻ ഇത്രത്തോളം ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. പ്രയാസമുണ്ട് ശരീരത്തിൽ, ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിൽ, എങ്കിലും വചനം പറയുന്നല്ലോ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം ഏൽപ്പിച്ചിട്ടില്ല, ദുഷ്ടന്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്തില്ല. ഇന്നും എന്റെ കർത്താവിനെ ഇങ്ങനെ വന്ന് ഒന്ന് സ്തുതിക്കുവാൻ, ഇങ്ങനെ ഒന്ന് സാക്ഷീകരിപ്പാൻ ഇടയായിത്തീർന്നത് ദൈവത്തിന്റെ മഹാപ്രവൃത്തിയാണ്. സ്തോത്രം. ആ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. അങ്ങനെ ആരോഗ്യത്തോടെ ഇപ്പോൾ വീണ്ടും മടങ്ങി ആൻഡമാനിൽ വന്നു. കർത്താവിന്റെ ശുശ്രൂഷയിൽ പതുക്കെ വ്യാപൃതനായിരിക്കുന്നു. ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം ശുശ്രൂഷയുടെ 2ാം ഘട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2ാം ഘട്ടം ദൈവം ഭംഗിയായി പൂർത്തീകരിക്കുമെന്ന് എളിവിന് വിശ്വാസം. ഇനി ഞാൻ എന്റെ പുറകോട്ടുള്ള കാലങ്ങളിലേക്ക് ഒന്ന് പോകട്ടെ. ഇത് ഈ 9 മാസത്തെ അനുഭവമാണ്. ഇപ്പോൾ എനിക്കൊരു അനുഭവമുണ്ട് പറയാൻ. എന്താണെന്നറിയാമോ? ദൈവം ക്യാൻസറിൽ നിന്ന് വിടുവിച്ചു. ക്യാൻസറിനെ അതിജീവിച്ച് ദൈവത്തിന്റെ കൃപയാ, നമുക്കൊന്നും പറയാനില്ല. ദൈവത്തിന്റെ കൃപയാ അതിനെ അതിജീവിച്ചു എന്നേ പറയാനുള്ളൂ. ഇനി എല്ലാ 3 മാസവും അതിന്റെ ഫോളോ അപ്പും ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മറ്റൊരു ഭാഗത്ത് കിടക്കുന്നു. അതങ്ങനെ വരും ദിവസം ദൈവം നടത്തും, എല്ലാ കാര്യങ്ങളും നടത്തുമെന്ന് വിശ്വാസത്തോടുകൂടി ആയിരിക്കും. ഇനി അനുഭവത്തോടുകൂടെ നിന്ന് ശുശ്രൂഷിക്കാമല്ലോ. ഇനി എവിടെയെങ്കിലും പറയാലോ, ദൈവം സഹായത്തിൽ കൂടെ തീയിൽ കൂടെ കടന്നു പോയിട്ട് ബന്ധു പോകാത്തത് കർത്താവിന്റെ കരത്തിലായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഈ സാക്ഷ്യം എന്നെ കേൾക്കുന്ന ദൈവത്തോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിന്റെ മേഖലയിൽ ഏതെങ്കിലും അസുഖങ്ങൾ ബാധിച്ചു, അതൊരു പാസ്റ്റർ ആകട്ടെ, വിശ്വാസിയാകട്ടെ, ആരുമാകട്ടെ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ദൈവവചനത്തിന് ഒത്തിരി ശക്തിയുണ്ട്.
നമ്മെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ നിർത്തുന്ന, മാറ്റിയുടെ മധ്യത്തിൽ നിർത്തുന്ന, സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആമേൻ ഒരു ഫോൺ കോൾ പോലും വിളിക്കാത്തവരുടെ മധ്യത്തിൽ നിർത്തുന്ന, ഒറ്റയ്ക്കാക്കുന്ന എല്ലാവരുടെ മധ്യത്തിൽ ഉയർത്തി 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 കൊണ്ട് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ, ആ അപ്പനെ ഒന്ന് ചേർത്ത് അപ്പ എന്ന് വിളിച്ചാൽ അപ്പൻ ഒരിക്കലും മാറിപ്പോകത്തില്ല. അന്ത്യം വരെ നമ്മളോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലയിൽ അങ്ങനെ ധൈര്യത്തോടുകൂടെ മുന്നേറുക. ദൈവം തീർച്ചയായിട്ടും ആമേൻ ഉയർത്തുക തന്നെ ചെയ്യും. ഈ സാഹചര്യം മാറ്റുക തന്നെ ചെയ്യും. ഇനി ആമേൻ മറ്റു പഴയകാല ശുശ്രൂഷയുടെ ആരംഭങ്ങൾ ഒന്ന് ആമേൻ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ ആമേൻ ക്രിസ്തു ശരണപ്പെടുന്നു. ഞാൻ ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തി. അമ്മയും അപ്പനും ഞങ്ങൾ 3 മക്കളും അടങ്ങുന്ന കുടുംബം. അമ്മയ്ക്ക് വലിയ താല്പര്യം, CSI ബാക്ക്ഗ്രൗണ്ടിൽ അവരങ്ങനെ തന്നെ അമ്മ വലിയ താല്പര്യത്തോടു കൂടെ മുന്നോട്ട് പോയ വ്യക്തിയാണ്. എന്നാൽ അപ്പയ്ക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പ്രാർത്ഥനയോ പാട്ടോ ചർച്ചോ ഇങ്ങനെയായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു പപ്പ. അങ്ങനെ ചെറുപ്രായത്തിൽ, വളരെ ചെറുപ്രായത്തിൽ തന്നെ ആമേൻ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നു. 1992 ഞങ്ങൾക്ക് കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്ക്, അതായത് പെന്തക്കോസ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഭാഗ്യം നൽകി. അതിന്റെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. അന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രശ്നങ്ങൾ പോലെ അല്ലല്ലോ. അന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് കടഭാരം, മദ്യപാനം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പണ്ട് കാലത്തെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനിയായി. അങ്ങനെ മദ്യപിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച്, അങ്ങനെയുള്ള തീരുമാനമെടുത്ത് ഉറക്ക ഗുളിക ഒരു കണക്കിലധികം കഴിച്ചിട്ട് മരിക്കുവാൻ വേണ്ടിയിട്ട് കാത്തു കിടന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്. അതിനുശേഷം 3 ദിവസം ഒരേ കിടപ്പിൽ കിടന്നിട്ട് ആ ഉറക്ക ഗുളികയുടെ കഴിച്ചിട്ട് മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ കെട്ടിത്തൂങ്ങി അല്ലെങ്കിൽ തൂങ്ങിച്ചാകണം എന്നുള്ള ചിന്തയോടുകൂടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയി മരിക്കാനുള്ള ശ്രമം ചെയ്തു. എന്നാൽ മരണത്തിന് വിട്ടുകൊടുക്കാതെ ദൈവം അവിടെ നിന്ന് വഴുതി താഴേക്ക് വീഴുവാനായിട്ട് ഇടയാക്കി. അതിന്റെ സാഹചര്യം ഞാൻ ഒന്നുകൂടെ വിവരിക്കാം. അങ്ങനെ ആ ഒരു സംഭവം പപ്പയുടെ ജീവിതത്തിൽ നടന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ അമ്മയൊക്കെ CSIയിൽ പോകുന്നെങ്കിലും ഞങ്ങളുടെ തൊട്ടടുത്ത് പെന്തക്കോസ് ചർച്ചിൽ പോകുന്ന അമ്മച്ചിമാരും ആര്യമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ചർച്ചിലുള്ള പ്രത്യേക മീറ്റിങ്ങുകളിൽ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് ആ ഒരു അമ്മച്ചിമാർക്കൊക്കെ വലിയ ഉത്സാഹമായിരുന്നു. അതുകൊണ്ട് എന്നെയും എന്റെ ജ്യേഷ്ഠനെയും കൂടെ അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ആ ചർച്ചിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ അവിടെ ശുശ്രൂഷിക്കാൻ വന്നത് ദേവദാസൻ എന്റെ ജ്യേഷ്ഠന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഈ പൈതലിന്റെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിക്കാൻ പോയതാണ്. എന്നാൽ ദൈവം മരണത്തിന് ഏൽപ്പിക്കാതെ ജീവനോടെ ശേഷിപ്പിച്ചത് അർത്ഥം എന്ന് പറയുന്നത് ദൈവം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തോട് പറയണം വേഗത്തിൽ ആലയത്തിൽ കടന്നു വരുവാൻ. ദൈവം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. മരണത്തിന്റെ ജയിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ ആമേൻ അന്നത്തെ രാത്രിയിൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രവചനം പറയുവാനിടയായി. അപ്പോൾ ഇതിന്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങളോട് കൂടെ വന്ന ആ ഒരു അമ്മച്ചിയുണ്ട്, ഒരു ഞങ്ങൾ അമ്മച്ചി അത് പെട്ടെന്ന് ഏറ്റെടുത്തു. പെട്ടെന്ന് അമ്മച്ചിക്കകത്ത് മനസ്സിലായി. അമ്മച്ചി വേഗത്തിൽ ഞങ്ങളെ സഭയിൽ നിന്ന് വിളിച്ചിട്ട് ആരാധന തീർന്ന ഉടൻ തന്നെ വേഗത്തിൽ ഇറങ്ങി പുറത്തു വന്ന് ഭവനത്തിലെത്തി അമ്മയോട് ചോദ്യപ്പാണ്ടയായി തീർന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല, കാരണം ഈ ഒരു വിഷയം അമ്മയുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അമ്മച്ചി ഈ ശബ്ദം വിളിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ
വിളക്കുകളോ അല്ലെങ്കിൽ വൈദ്യുതി വിളക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അടുത്ത് വന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മച്ചി പോകുന്ന വഴിയിൽ റോഡിൽ നിന്ന് ചോദിച്ചിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ഉറക്കെ ചോദിക്കുന്ന ശബ്ദം ആ പപ്പ കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിന്ന് അമ്മയോട് പറഞ്ഞു, എന്താണ് ആ പ്രിയ ആന്റി പറഞ്ഞത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് സത്യം തന്നെയാണ്, അത് സത്യം തന്നെയാണ്. ഞാൻ അറിയാതെ ഞാൻ ചെയ്ത പ്രവൃത്തിയെ അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോയി എന്റെ അവസ്ഥയെ അറിഞ്ഞ ഒരു ജീവനുള്ള ദൈവം ഉണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ വിട്ട് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് അന്ന് രാത്രി തീരുമാനമെടുത്തു. പിറ്റന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എത്തുന്നതിന് മുമ്പ് പപ്പ അവിടെ ആ റേറ്റിൽ ചെന്നു. സ്തോത്രം. അമ്മേ, അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മരിക്കാൻ ആഗ്രഹിച്ചിട്ടും മരണത്തിന് വിട്ടുകൊടുക്കാത്ത, നമ്മുടെ സകല അവസ്ഥകളും അറിയുന്ന ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. അന്ന് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി. ഇന്ന് എന്റെ പിതാവ് ഈ ലോകത്തിലില്ല. പക്ഷേ അന്ന് ഇറങ്ങിയ നാൾ മുതൽ ഞങ്ങൾ എല്ലാവരെയും വിശ്വാസത്തിൽ കൈ പിടിച്ച് നടത്തി ആത്മീയത്തിലും ചർച്ചിൽ പോകുന്ന കാര്യത്തിൽ ഉത്സാഹിതനായി ആമേൻ മരണം വരെ പപ്പ അങ്ങനെ തന്നെയായിരുന്നു. ആമേൻ. അങ്ങനെ അന്ന് ഞങ്ങൾ ആരംഭിച്ച ആ ജീവിതയാത്ര, ക്രിസ്തീയ ജീവിതയാത്ര ദൈവത്തിന് മുന്നോട്ട് പോകാനിട കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞു. എങ്കിലും ദൈവം ഒരു തീരുമാനമെടുത്തു, ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് എന്റെ മാതാപിതാക്കൾ ഇടയായി തീർന്നു. അങ്ങനെ ആ ആ സമർപ്പണത്തിന്റെ ആ തീവ്രത എന്റെ ഉള്ളിൽ വല്ലാണ്ട് എന്നെ സ്പർശിച്ചു. ഞാൻ 12th കഴിയുമ്പോൾ +2 കഴിഞ്ഞപ്പോൾ തന്നെ ആഗ്രഹമായിരുന്നു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്റെ പാസ്റ്ററും എന്റെ കൂടെ പഠിച്ച പലരും നിർബന്ധിച്ചു, ഒരു ബികോം കോഴ്സും കൂടെ കഴിഞ്ഞതിന് ശേഷം പോയാൽ മതി എന്നുള്ള ചിന്തയിൽ പലരും എന്നെ ആ കാര്യങ്ങളിലേക്ക് പിന്തിരിപ്പിക്കുന്നല്ല, അവർ നല്ല കാര്യമാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ആഗ്രഹമായിരുന്നു, എന്തിന് വീണ്ടും 3 വർഷം പാഴാക്കണം, അതിനേക്കാൾ നല്ലതല്ലേ വേഗത്തിൽ പോയി വചനം പഠിച്ച് വേഗത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് യൗവന സമയത്ത് തന്നെ ഇറങ്ങാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടെ അങ്ങനെ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ കർത്താവിന്റെ വചനം പഠിക്കാനായിട്ട് കടന്നു ചെന്നു. അവിടെ ദൈവത്തിന്റെ കൃപയാൽ 3 വർഷം വളരെ മനോഹരമായിട്ട് കർത്താവിന്റെ വചനം പഠിപ്പാൻ ഇടയായി. അവിടെയും എനിക്ക് പറയാനൊരു അത്ഭുത സാക്ഷ്യമുണ്ട് ദൈവം മക്കളെ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒരു വിഷയത്തിന് പോലും തോൽക്കാത്തവർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ആ സബ്ജക്റ്റിന് തോൽക്കാത്തത് കുറവാണെന്നത് സാധാരണ അവിടുത്തെ പ്രചാരണങ്ങൾ. അപ്പോൾ ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ പഠിക്കാൻ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാ വിഷയവും ജയിച്ചിരിക്കണം, ഒരു വിഷയം പോലും റിപ്പീറ്റ് ചെയ്യാനിടയാകരുത്, ഒരു വിഷയം പോലും തോൽക്കുവാനിടയാകരുത്. ഇങ്ങനെ പറഞ്ഞു എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരു പ്രയത്നം അവിടെ പോയി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പറയട്ടെ, എനിക്ക് അന്ന് നമ്മളെ പണ്ട് കാലങ്ങളിൽ സ്കൂളുകൾ മലയാള മീഡിയം ആയിരുന്നു. മലയാള മീഡിയത്തിലൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷിന്റെ അറിവുകളെ നമുക്ക് ആ കാലത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ 3 വർഷം ഒരൊറ്റ വിഷയം തോൽക്കാതെ എല്ലാ വിഷയത്തിനും നല്ല മാർക്കുകളോട് ചെയ്യുവാൻ ദൈവം ബുദ്ധി തന്നു. പ്രാർത്ഥിച്ചാൽ നൽകുന്ന, ജ്ഞാനം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം ഒന്നുകൂടെ വിളിച്ചു പറയും. അങ്ങനെ അവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്റെ മനസ്സിലെ വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ ലൈബ്രറിയിൽ ആ കാലങ്ങളിൽ കൂടുതൽ പുസ്തകങ്ങളുമായി ഇടപെട്ടത് കൊണ്ട് പുസ്തകങ്ങൾക്കകത്ത് എനിക്ക് കിട്ടിയ ഒരു പ്രചോദനമായിരുന്നു ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി. അപ്പോൾ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യണം അങ്ങനെയുള്ള താല്പര്യത്തോടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിലേക്ക് മിഷൻ ചലിക്കുന്ന രീതിയിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിയുടെ ഒരു ടീം വരുവാനിടയായിരുന്നു. അങ്ങനെ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഒരു മിഷണറി ആയിട്ട് ഏതെങ്കിലും ലാംഗ്വേജ് പഠിച്ച് ആ ലാംഗ്വേജിലേക്ക് കർത്താവിന്റെ വചനം എഴുതണം എന്നുള്ള താല്പര്യത്തോടുകൂടെ മുന്നോട്ട് പോയി. അങ്ങനെ ആ ഗ്രാജുവേഷൻ കഴിഞ്ഞു ആ ടീമുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നത്തേതിൽ അവരുടെ ഒരു കോഴ്സ് ഉണ്ട്. അത് കോഴ്സ് എന്ന് പറയുന്നത്
ലിംഗ്വിസ്റ്റിക് കോഴ്സ്, അതായത് ഭാഷകളെ കുറിച്ച് വ്യാഖ്യാന രീതിയിൽ പഠിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിന് നാസിക് പോയി 6 മാസത്തെ കോഴ്സ് ചെയ്ത് മടങ്ങി വന്നിട്ട് ഞാനൊരു ഭാഷ തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ ഒത്തിരി ഭാഷയുണ്ട്, ബൈബിൾ ഇതുവരെ ഇല്ലാത്ത ഭാഷകൾ. അങ്ങനെ ഒരു ഭാഷ തിരഞ്ഞെടുത്ത് അതിന്റെ ആ ഭാഷയുടെ സർവേക്ക് വേണ്ടിയിട്ട് പോയ സമയങ്ങളുണ്ട്. അങ്ങനെ കടന്നുപോയ സമയത്ത് വലിയൊരു വലിയൊരു അബദ്ധം. ആ സർവേക്ക് പോയ സ്ഥലം ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ സർവേക്ക് വേണ്ടിയിട്ട് കടന്നു പോവുക. അപ്പം അവിടെ കൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നക്സലൈറ്റുകളും ഈ CRPF-കാരും തമ്മിൽ ഭയങ്കര വെടിവയ്പ് നടത്തുന്ന സമയമായിരുന്നു. എന്ന് വെച്ചാൽ ആ CRPF-കാര് നക്സലൈറ്റുകളെ വേണ്ടിയിട്ട് വനത്തിലൂടെ അവരെ അന്വേഷിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിൽ അങ്ങനെ ഭാഷയുടെ, കാരണം ഒരു ഭാഷയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് വനത്തിലൂടെയാണ് ഛത്തീസ്ഗഡിലെ ഉൾഭാഷ ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകേണ്ടത്. അങ്ങനെ കടന്നു പോകുമ്പോൾ CRPF-കാരും നക്സലൈറ്റുകാരും തമ്മിൽ പരസ്പരം അവര് വെടിവയ്പ് നടത്തുകയും അതില് അങ്ങനെ ഒരു, ഞങ്ങൾക്കത് അറിയത്തില്ല, ആ സ്ഥലത്ത് കൂടെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ആ വനത്തിലൂടെ ഞങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സ്കൂട്ടറില്ല, പെട്ടെന്ന് ഞങ്ങളുടെ സ്കൂട്ടറിന്റെ മുമ്പിൽ ഒരു കൂട്ടം CRPF-കാര് ഒരു കൂട്ടം ആൾക്കാർ കടന്നു വന്നിട്ട് പെട്ടെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ബൈക്ക് നിങ്ങളുടെ വണ്ടി വിട്, കൈ ഉയർത്ത് എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി ഓഫ് ചെയ്യാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ കൈ ഉയർത്തി. അവർ പറഞ്ഞു ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് അങ്ങ് പറയുന്ന, ഞങ്ങൾ കൈ ഉയർത്തി അങ്ങനെ നിൽക്കുക. അപ്പൊ ഞങ്ങൾ 6 പേരുണ്ട്. അപ്പൊ പുറകെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ സമയത്ത് ഭയങ്കര ചൂടുള്ള സമയമായിരുന്നോണ്ട് ഞങ്ങളുടെ മുഖം ഇങ്ങനെ കെട്ടി അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അവര് പറഞ്ഞു എല്ലാ ബാഗും സാധനങ്ങളെല്ലാം താഴെ ഇടാൻ പറഞ്ഞു. ഞങ്ങൾ താഴെയിട്ട് പറഞ്ഞു സറണ്ടർ ആകാൻ പറഞ്ഞു. ഞങ്ങൾ സറണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല കുനിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടത്തുകാരാ? അപ്പൊ ഞങ്ങളുടെ ഐഡന്റിറ്റി ഒക്കെ പറയാൻ ശ്രമിച്ചു. ഏറ്റവും അവസാനം ആ സമയത്ത് നമ്മുടെ ആധാർ കാർഡോ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോ ഞങ്ങളുടെ കൂടെ വന്ന ഒരാള്, അദ്ദേഹത്തിന്റെ കയ്യിൽ അതായത് നമ്മളെ എവിടെന്നാ വരുന്നതെന്ന് തെളിയിക്കത്തക്ക രീതിക്ക് ഒരു രേഖയുണ്ടായിരുന്നു, അദ്ദേഹം കാണിച്ചു. അവർക്ക് എന്നിട്ടും വിശ്വാസമായില്ല. വിശ്വാസമാകാത്തതിന് കാരണം ഞങ്ങൾ കടന്നു പോകുന്ന ആ വഴിയിൽ തന്നെ അപ്പുറത്തെ സൈഡ് ഒരു കുഴി പോലത്തെ സൈഡ്, മേലിലെ സൈഡ് ഒരു പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ വലിയൊരു മേഖലയാണ്. അപ്പൊ മുകളിൽ നക്സലൈറ്റുകളുണ്ട്, താഴെ നിന്നാണ് CRPF കയറി വരുന്നത്. അപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ആ പാതയിൽ നക്സലൈറ്റുകൾ കുഴിബോംബുകൾ വെച്ചിരുന്നിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളുടെ സ്കൂട്ടർ ഒന്ന് ഓഫായി. ഒരു 5 മിനിറ്റ്, ഏറിയാൽ ഒരു 5 മിനിറ്റ് മാത്രമേ അത് വഴിയിൽ ഓഫായിട്ട് ഞങ്ങള് പ്രത്യേകിച്ച് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഞങ്ങള് ആരാധന മൊത്തം ഇരിക്കാതെ ഇച്ചിരി നേരം ചെറുതായിട്ടൊന്ന്, ഞങ്ങൾ ആ ഗ്രൂപ്പേ ഉള്ളല്ലോ, ഒത്തിരി സമയം എടുക്കാതെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വേഗത്തിൽ, ഞങ്ങൾക്ക് ഈ രാത്രി കൊണ്ട് ഈ വൈകുന്നേരത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഈ കാട് കഴിഞ്ഞ് അപ്പുറത്തെ ഗ്രാമത്തിൽ എത്തണം. അപ്പൊ അത് വലിയൊരു സഞ്ചാര പാതയാണത്. അപ്പോ അതുകൊണ്ട് വേഗത്തിൽ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇന്ന് ശരിക്കും ആരാധിക്കാത്തതിന്റെ പ്രശ്നമാ വണ്ടി വഴിയിൽ ഓഫായത് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വണ്ടിയിൽ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഓണായി. ആ വണ്ടിയുമായിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര ചെയ്ത് മുന്നോട്ട് വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവത്തിൽ വന്ന് പെട്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നീട് അവർ കൂടി നിൽക്കുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഞങ്ങൾ കണ്ടത് 2 CRPF-കാര് കുഴിബോംബിൽ കാല് വെച്ചിട്ട്, അവര് നടന്ന് കാല് വെച്ചിട്ട് ആ വഴിയിൽ കാല് വെച്ചിട്ട് അവരുടെ ശരീരം പൊട്ടി ചിന്നിച്ചിതറി. അപ്പൊ അങ്ങനെ ആണ് അവരവിടെ ആ വഴിയിലേക്ക് കയറി വന്നത്. ആ വഴിയിൽ കൂടി ആദ്യം കടന്നു പോകേണ്ടിയിരുന്നത് ഞങ്ങളായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വലിയ കൃപയാണ്, ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവർ ആ വഴിയിൽ കൂടെ കടന്ന് പോയി മറ്റവരെ ആക്രമിക്കുന്ന വേണ്ടിയിട്ട് ശ്രമിച്ചത്. ആ 5 മിനിറ്റ് ഞങ്ങളുടെ വണ്ടി കേടായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആദ്യം
ഈ വഴിയിൽ കൂടെ കടന്നു പോകേണ്ടത് ഞങ്ങളായിരുന്നു, എന്തും സംഭവിക്കാമായിരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾക്കൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ദൈവം നമ്മളോട് കൂടെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചെന്ന്. അതല്ല, അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യമെന്ന് പറയുന്നത്, ആമേൻ, ആമേൻ, ചിലത് ദൈവം നന്മയ്ക്കായി ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ കണ്ണിന് അത് മറവായിരിക്കും, പക്ഷെ ദൈവം അത് നന്മയ്ക്കായി ചെയ്തു. ആമേൻ. അവിടെ ഞങ്ങൾ ഇപ്രകാരം പാടി മുന്നോട്ട് പോയി. മരണ നിഴലിന്റെ താഴ്വരയിൽ ആമേൻ കൈവിടാത്ത ഒരു കർത്താവിന്റെ മഹത്വത്തെ പാടിയിട്ടാണ് പിന്നീട് ഞങ്ങളുടെ ആ സ്കൂട്ടറിൽ തന്നെ ആ മുറിവേറ്റ് കിടന്ന CRPF-കാരെ ഇരുത്തി അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ ഒരു ക്യാമ്പ്, വളരെ കിലോമീറ്ററുകൾക്ക് അപ്പുറം CRPF-കാരുടെ ഒരു ക്യാമ്പ്, ആ ക്യാമ്പിൽ കൊണ്ട് നടക്കുകയും അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ആ സംഭവം അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ നിന്ന് ആ ആ ഭാഷയിൽ എനിക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെ ആ ലാംഗ്വേജ് സർവേ എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന് 2008 ഞാൻ ഫീൽഡിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടന ഒരു പ്രത്യേകതയുണ്ട്, ഒറ്റയ്ക്ക് ഫീൽഡിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ ഒരു ലാംഗ്വേജിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ദൈവം ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. 2008 ആമേൻ വിവാഹത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടി നാട്ടിൽ വന്നു. ആമേൻ നാട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് പെൺകുട്ടികളെ കണ്ടു. പക്ഷേ ആദ്യമൊക്കെ ഹാ പറഞ്ഞു, പിന്നെ മാറി. പക്ഷെ ഞാൻ തിരിച്ച് ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആമേൻ ജയ, അതായത് ആമേൻ ദൈവം കൂട്ടുസഖിയായി തന്ന ആമേൻ ആ ഒരു പ്രപ്പോസൽ വരുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ആമേൻ അന്ന് 2008 എൻഗേജ്മെന്റ് നടന്നു. സോറി 2008 തന്നെ വിവാഹം നടന്നു. ഫെബ്രുവരി 21 നടപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ മാസം ഫീൽഡിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ കുറച്ചു നാൾ കഴിയുമ്പോൾ ജയ ആ കാലഘട്ടത്തിൽ അത്യാവശ്യം ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഫാസ്റ്റിംഗ് പ്രേയറിന് കൺവെൻഷനൊക്കെ പോയി ശുശ്രൂഷിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം ഛത്തീസ്ഗഡിൽ കടന്നു വന്നപ്പോൾ തിരിച്ചും ഒരു മരുഭൂമിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയില്ല, ഒന്നുമില്ല, ഒരു ഭാഷ പഠിക്കുക, കുറെ ആദിവാസികളുണ്ട്, ഒന്നും നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലൊന്നും മനസ്സിലാവാത്ത കുറെ ആദിവാസികൾ, അങ്ങനെയുള്ള ഗ്രൂപ്പിന്റെ ഇടയിൽ. അപ്പോൾ ജയ പറഞ്ഞു, ഇത് ആയിരിക്കത്തില്ല നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. കാരണം ദൈവത്തിന്റെ പദ്ധതി ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് പോയി കണ്ട് പ്രാർത്ഥിച്ച ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദ്വീപുകളിലായിരിക്കും നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങൾ ഫ്ലൈറ്റും കപ്പലും യാത്ര ചെയ്ത് നിങ്ങൾ പോയി ശുശ്രൂഷിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ ദേവദാസൻ വർഷങ്ങൾക്ക് മുമ്പ് ദേവദാസിയോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതല്ല, നമ്മൾക്ക് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്റ്റർ തന്നെയാണ്. എനിവേ ഞങ്ങള് ആ വർഷം നവംബർ മാസത്തെ ജസ്റ്റ് നാട്ടിലേക്ക് വരുവാനായിരുന്നു. നവംബർ മാസം നാട്ടിൽ വരുമ്പോൾ അവിടെ ഒരു ഭവനത്തിൽ വെച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അവിടെ ചെന്നപ്പോൾ ഒരു ദേവദാസൻ പ്രവചന ശബ്ദമായി പറഞ്ഞു, ദേവദാസനെ ഇടയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള നന്മകളും ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരും. ഞാൻ അത് ഒട്ടും വിശ്വസിച്ചില്ല, കാരണം അതിന് 1% പോലും സാധ്യതയില്ല. പക്ഷേ ഡിസംബർ അവസാനത്തിലേക്ക് വന്നപ്പോൾ ഛത്തീസ്ഗഡിൽ പെട്ടെന്നൊരു പ്രശ്നം, ഞങ്ങൾ നിൽക്കുന്ന ആ വില്ലേജിൽ പെട്ടെന്നൊരു പ്രശ്നം ഞങ്ങൾക്കെതിരെ. ഇവർ മതപരിവർത്തനം നടത്താൻ വന്നവരാണ്, ഇവരെ നമ്മുടെ ആ വില്ലേജിൽ നിർത്തരുത്, ഇവരെ ഓടിക്കണമെന്ന് പറഞ്ഞ് അവിടേക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുപ്പി മദ്യം കിട്ടിയാൽ അവർ എന്തും ചെയ്യും. ഇപ്പോ ആരെങ്കിലും അവിടെ എന്ന് പറഞ്ഞാൽ അണ്ടി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് കുടിക്കാൻ കിട്ടുന്നത്. അപ്പൊ അത് ആരെങ്കിലും ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ ഇദ്ദേഹം എന്ത് പറയുന്നു അത് മറ്റൊരുത്തൻ ചെയ്തിരിക്കും. അങ്ങനെ ഒരു പുള്ളിയുടെ മനസ്സിൽ, ആ ഗ്രാമത്തിലുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ കയറിയ ഒരു തെറ്റായ ചിന്ത കൊണ്ട് അദ്ദേഹം പലരെയും മദ്യം കൊടുത്ത് പ്രേരണ കൊടുത്ത് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ താമസിച്ചിരുന്ന ഭവനത്തിന്റെ ഗേറ്റ് വന്ന് തല്ലിപ്പൊട്ടിച്ച് അകത്ത് കയറി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വളരെ പ്രശ്നം പറഞ്ഞത് എല്ലാം വിവരിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മാനസികമായി ഒത്തിരി വേദനിച്ചു. പ്രത്യേകിച്ച് എന്റെ വൈഫിന് മെന്റൽ ഡിപ്രഷൻ പോലെ ആയിരുന്നു. കാരണം ഇത്രയും ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഒരുമിച്ച് ആക്രോശിക്കുക, എന്നെ കൊല്ലണം, നിന്റെ ഭർത്താവിനെ വിട്ടുകയാണ്
ജയെടുക്കുന്ന വേളം കാണിക്കുന്നു, വടിവാളുമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അങ്ങനെ ആ രാത്രി വൈഫ് കിടന്ന് ഒത്തിരി നിലവിളിച്ചത് കാരണം ആ രാത്രി അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ പോകുന്നു, ഞങ്ങൾ രാവിലെ വരും എന്ന് പറഞ്ഞു. അപ്പോ എന്റെ വൈഫ് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പോകും, നിങ്ങൾ രാവിലെ വന്ന് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവര് ആ രാത്രി പിരിഞ്ഞു പോയി. പിരിഞ്ഞു പോയിട്ട് അപ്പോൾ അവര് വേറൊരു കാര്യം പറഞ്ഞിട്ട് പോയി, ഞങ്ങൾ 3 ദിവസത്തെ സമയം തരാം, 3 ദിവസത്തെ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ വിട്ടു പോയിരിക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് അവിടെ ഒരു വ്യക്തിയെ മഴ കൊണ്ട് വെട്ടിക്കൊന്നു. മഴ കൊണ്ട് വെട്ടിക്കൊന്നിട്ട് വലിയൊരു കൊക്കയിലേക്ക് എടുത്ത് അദ്ദേഹത്തിന്റെ ചപ്പലും സൈക്കിളിന്റെ 1-2 ഭാഗങ്ങളും കിട്ടിയത് കൊണ്ട് മാത്രം മനസ്സിലായി അദ്ദേഹത്തെ ആരോ കൊന്നതാണെന്ന്, ആ കൊക്കയിലേക്ക് ഇട്ടതാണെന്ന്. അതിനുശേഷം അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ പറഞ്ഞു, അതുപോലെ നിന്നെ ആക്കിക്കളയും എന്ന് പറഞ്ഞ് അവര് വളരെ ചലഞ്ചോടുകൂടെ വെല്ലുവിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ ഞങ്ങൾ വളരെ തളർന്നു, നീ എന്ത് ചെയ്യണം? അങ്ങനെ ഡിസംബർ മാസം ഞങ്ങൾ തീരുമാനമെടുത്തു, വല്ലവിധിന്റെ നാട്ടിൽ തിരിച്ചു പോകാം, ഈ വില്ലേജിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. അങ്ങനെ രാത്രിയിലൊക്കെ ഇവർ ഞങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ പുറത്ത് വന്നുണ്ടോ, ഞങ്ങൾ എന്ത് ചെയ്യണം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു വലിയ ഒരു ഇതുണ്ട്, കൃഷിയിടമുണ്ട്. ആ കൃഷിയിടത്ത് വലിയൊരു പാഡി ഫീൽഡ്, അവിടെ വന്ന് നോക്കിയിരിക്കും. അങ്ങനെ ഒരു ദിവസം അതിരാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഛത്തീസ്ഗഡിൽ നിന്നും ഒരാളിന്റെ സഹായത്തോടുകൂടെ ട്രെയിനിൽ വിശാഖപട്ടണത്ത് വന്ന് അവിടെ നിന്ന് അവിടെയും ഞങ്ങൾ ഒരാളുടെ സഹായത്തോടുകൂടെ ചില ദിവസങ്ങൾ അവിടെ താമസിച്ചു. പുതിയ ട്രെയിനിൽ ഞങ്ങൾ കേരളത്തിലേക്ക് കയറി. കേരളത്തിൽ ഇനി അടുത്തെത്തുന്ന ചിന്തയായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ ദൈവം ഇടയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ 2009 ഞങ്ങൾക്ക് അന്ന് എളിയുടെ പെങ്ങളുടെ ഭർത്താവ് ഗുജറാത്തിൽ കർത്താവിന്റെ വേലയിൽ ആയിരുന്നു, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. അദ്ദേഹത്തിന്റെ സഭയിൽ നടക്കുന്ന 21 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ അവസാന 10 ദിവസം ഞാൻ എളിവനെ അവിടെ കടന്നുപോയി അവരോട് കൂടെ ഉപവസിക്കുവാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ കടന്നു വന്ന, ബോംബെയിൽ നിന്ന് കടന്നു വന്ന ഒരു യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, വളരെ പ്രായമുള്ള ഒരു പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞു, 2 വഴി നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. ഒന്ന് ഇടുക്കപ്പെടും, അത് ആ ഇടുക്കപ്പെടുന്നതിലൂടെ കടന്നിട്ട് പിന്നത്തെ നിനക്ക് വിശാലതയും അത്ഭുതമായിരിക്കും എന്നുള്ള ഒരു ദൈവാത്മാവിന്റെ ദൂത് ആലോചന കേട്ടു. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഗുജറാത്തിൽ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബോംബെയിൽ വിക്രോളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സഭയുണ്ട്. അവിടെ ശുശ്രൂഷകനായി, അസോസിയേറ്റഡ് മാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കാനായിട്ട് ദൈവം ഒരു ഭാഗ്യത്തിന്റെ വാതിൽ. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ആ വർഷം അവസാനം 2009 അവസാനം ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ എവിടെന്ന് അറിയുമ്പോൾ ആൻഡമാനിൽ ഇത് മാസ്റ്റർ സ്റ്റോവാണോ? ഞാൻ പറഞ്ഞു അതെ, താങ്കൾക്ക് ഇങ്ങനൊരു ഞങ്ങളൊരു ഇത് വയ്ക്കുന്നു, ആൻഡമാനിൽ വന്ന് സൃഷ്ടിപ്പാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം. അതിവിടെ നിന്ന് ദൈവദാസനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറയാം. 3 ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഉപവാസത്തോടുകൂടി. ഞാൻ ദൈവത്തിന്റെ ഒരു വാദി വെച്ചു, കർത്താവേ ദൈവഹിതമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം, അതായത് 3-ാം ദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഒന്നുകൂടെ ആൻഡമാനിൽ നിന്ന് ഫോൺ കോൾ വന്നിട്ട് ഇന്ന ശബ്ദം എന്നോട് ചോദിച്ചാൽ ഞാനത് വിശ്വസിക്കും, ഇത് ദൈവമാണ്. എന്റെ പ്ലാനിൽ, എന്റെ മനസ്സിൽ സഭാ ശുശ്രൂഷ ഏറ്റെടുക്കണമെന്നോ ഇങ്ങനെയുള്ള ദേശങ്ങളിൽ പോകുന്നോ ഒരു ചിന്തയില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ദൈവാത്മാവ് ഓൾറെഡി എല്ലാം ഫിക്സ് ചെയ്ത് വച്ചിരിക്കുക. ആൻഡമാനിലേക്ക് തന്നെ ദ്വീപുകളിലാണ് ശുശ്രൂഷ. കപ്പലിലും ഫ്ലൈറ്റിലും യാത്ര ചെയ്ത് നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ ദൈവം മുന്നമേ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ 5 മണിയാവുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഒരു ഫോൺ കോൾ ആൻഡമാനിൽ നിന്ന് വരുന്നു. നിങ്ങൾ വരുന്ന കാര്യം എന്തായി, തീരുമാനിച്ചോ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. കാരണം ഞാൻ ദൈവത്തിന് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവത്തിന്റെ മറുപടി ഇങ്ങനെയാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് ദൈവഹിതമാണ്.
അങ്ങനെയാണ് 2009 ഡിസംബർ 31 ആൻഡമാനിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാലുവെപ്പാനായിട്ടായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെയും ഈ ആൻഡമാനിൽ കർത്താവിന്റെ പേരിലായിരുന്നു. ഇടയ്ക്ക് 2.5 വർഷം ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങളെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡമാൻ ഒതുങ്ങപ്പെട്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് ഫ്ലറിഷ്മെന്റ് ഇല്ല. നമുക്ക് കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടി നടന്ന് ശുശ്രൂഷിക്കാനുള്ള അവസരം. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ പല ഭാഷക്കാരാണ്. മറ്റിടത്ത് പോയി ശുശ്രൂഷിക്കണമെങ്കിൽ തമിഴ് അറിയണം, തെലുങ്ക് അറിയണം, ഹിന്ദി അറിയണം. ഹിന്ദി ഓൾറെഡി അല്പം അറിയാൻ പറ്റും, ദൈവത്തിന്റെ കൃപയല്ല, ദൈവം ആ കൃപ തന്നിട്ടുണ്ട്. ബംഗാളി അറിഞ്ഞിരിക്കണം, അങ്ങനെ പലരും അറിഞ്ഞെങ്കിലും മതിയാവുകയുള്ളൂ. പക്ഷേ അതുകൊണ്ട് ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് വിശാലമായൊരു ശുശ്രൂഷ മേഖലയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ദൈവം തൽക്കാലത്തേക്ക്, അതും മുന്നമേ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ടായിരിക്കും, ചില സമയങ്ങളിലേക്ക് നീ ഇവിടെ കാണത്തില്ല എന്ന് പറഞ്ഞ് ദൈവാത്മാവ് ആ കാര്യവും വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതും അങ്ങനെ തന്നെ സംഭവിച്ചു. ഞാൻ പറയുന്നത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ പദ്ധതിക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് പഞ്ചാബിൽ പോയിട്ട് വീണ്ടും ഞങ്ങളെ തിരിച്ചു പിടിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. ദൈവം പറഞ്ഞു, ഇതാണ് നിനക്ക് വേണ്ടി ദൈവം ആഗ്രഹിച്ചിട്ടുള്ള ആ ദൈവത്തിന്റെ പദ്ധതിയുള്ള സ്ഥലം എന്ന് പറഞ്ഞ് വീണ്ടും ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നു. ഈ ഇവിടുത്തെ അല്പമായ കാര്യങ്ങളൊന്ന് പറയാം. പല ഭാഷക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ ഓടി നടന്ന് കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കാൻ കഴിഞ്ഞ നാളുകൾ ദൈവം ഭാഗ്യം നൽകുന്നു. മക്കളെ, സൗത്ത് ആൻഡമാൻ എന്ന് പറഞ്ഞ ഈ ഡിസ്ട്രിക്റ്റ് ഞങ്ങൾ പാദങ്ങൾ വയ്ക്കാത്ത സ്ഥലങ്ങൾ കുറവാണ്. ട്രാക്റ്റിലൂടെയും ഔട്ട്റീച്ച് ഇൻഡസ്ട്രിയിലൂടെയും ഓപ്പൺ എയർ മീറ്റിംഗിലൂടെയും ഒക്കെ എല്ലായിടത്തും ഓടി നടന്ന് കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം. ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് കോമൺ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഹിന്ദിയും അധികം കമലകളിൽ കർത്താവിന്റെ വചനത്തെ വളരെ ശക്തിയോടെ വിളിച്ചു പറയുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്, ഭാഗ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ ടീമായി പ്രവർത്തിക്കാനിടയായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഡിസംബർ മാസത്തിൽ 1 മാസത്തെ ഫുൾ മിനിസ്ട്രിയാണ്. അനേകം വില്ലേജുകളിൽ പോയിട്ട് യേശുവിനെ പറ്റി പറയുവാൻ. അത് ഒരു വണ്ടിയിൽ ഞങ്ങൾ ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കും. വാടകയ്ക്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ സ്പീക്കറും സിസ്റ്റം എല്ലാം വെച്ച് കെട്ടി മൊത്തം സിസ്റ്റത്തോടുകൂടെ അങ്ങനെ പോയി കർത്താവിന്റെ വചനം അനേകരുടെ മുമ്പിൽ വിളിച്ചു പറയുവാൻ ഉണ്ടായിട്ടുണ്ട്. പലരും ഓടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് കാര്യമാക്കാതെ കഴിഞ്ഞ 7 വർഷമായിട്ട് എല്ലാ വർഷവും 7 ഏതാണ്ട് 9 വർഷമായിട്ട് എല്ലാ വർഷവും ഡിസംബർ മാസം ഒരു ഫുൾ മന്ത്. കാരണം ഡിസംബർ മാസം ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സർക്കാരിൽ നിന്ന് പെർമിഷൻ കിട്ടണം. നമുക്ക് പുറത്തുപോയി ഒരു വാക്ക് പറയണമെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഔട്ട്റീച്ച് മിനിസ്ട്രികൾ ഓപ്പൺ എയർ മീറ്റിംഗിലൊക്കെ ചെയ്യണമെങ്കിൽ സർക്കാരിൽ നിന്ന് പെർമിഷൻ കിട്ടണം. ആ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഈ മീറ്റിംഗ് വെക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഔട്ട്റീച്ച് ചെയ്യുന്നത്? അപ്പം നമുക്ക് അന്നേരം ഒന്നും പറയാൻ, മറ്റു മാസങ്ങളിലൊന്നും പറയാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഡിസംബർ മാസത്തിൽ നമുക്ക് പറയാൻ ഒരു കാരണമുണ്ട്, ക്രിസ്മസ് ആണ്. പിന്നെ പറയാം, ഏപ്രിൽ മാസമാകുമ്പോഴും ഞങ്ങൾ ചെയ്യാൻ ഫിലിം മിനിസ്റ്റർ ചെയ്യാറുണ്ട്. ആ മനസ്സിൽ പറയാൻ പറ്റും, ഈസ്റ്റർ ആയതുകൊണ്ട് ആ മിനിസ്റ്റർ ചെയ്യാണ്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ദൈവമക്കളെ ഒത്തിരിപേരുടെ ഇന്ന് ഞങ്ങൾക്ക് അറിയാൻ ഒരു സന്തോഷമുള്ള കാര്യം, ഒരു കാലഘട്ടത്തിൽ ഒരു സഭ പോലും ഇല്ലായിരുന്നിടത്ത് ഇന്ന് ഞങ്ങൾക്ക് കേൾക്കാനിടയിൽ അവിടെ സഭകൾ വരുന്നു. അവിടെ ഒത്തിരി ദേവദാസന്മാർ വന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കേൾക്കാനിടയായി തീരുന്നത് ആദ്യഘട്ട കാലഘട്ടങ്ങളിൽ വിതച്ച വിത്തിന്റെ ഫലമാണെന്ന് തിരിച്ചറിയാനിടയായി തീരുന്നു. നമ്മളൊരു പക്ഷെ വിതയ്ക്കാനായിരിക്കും നമുക്കുള്ള അവസരം ദൈവം തരുന്നത്, പക്ഷെ കൊയ്യുന്നത് മറ്റാരെങ്കിലും ആയിരിക്കും. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ദൈവവചനമാവുന്ന വിത്ത് ഈ ആൻഡമാനിൽ വളരെ ഉറപ്പോടെ പറയാൻ പറ്റും. ഞങ്ങളുടെ ആദ്യമൊക്കെ വണ്ടിയൊന്നുമില്ല, ബൈക്കിലും അല്ലെങ്കിൽ ആരുടെയൊക്കെ സഹായത്തോടു കൂടെ ഒക്കെ പോയിട്ട്
ട്രാക്ട് കൊടുക്കും. മോൻ എന്ന് കുഞ്ഞായിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു വിടും ട്രാക്ട്. കാരണം കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ആരും ഒന്നും പറയത്തില്ലല്ലോ. അങ്ങനെ ആദ്യകാലങ്ങളിൽ അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ സാഹചര്യങ്ങൾ അല്പം മാറിയപ്പോൾ ഞങ്ങൾ വണ്ടി വാടകയ്ക്കെടുത്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇന്നും അങ്ങനെ തന്നെയാണ്. വണ്ടി വാടകയ്ക്കെടുത്തും സാധനങ്ങൾ വാടകയ്ക്കെടുത്തും ഒക്കെയാണ് ആ ഒരു ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ വർഷം മാത്രം ഇളയവന്റെ ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഉള്ള ബന്ധത്തിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. വളരെ ദുഃഖമായി തീർന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഈ വർഷം കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായ നിലവാരത്തിൽ എന്റെ യേശുവിനെ ഒന്നുകൂടെ ഈ ഗ്രാമങ്ങളിൽ പോയി, ഈ പട്ടണങ്ങളിൽ പോയി, ഈ കവലകളിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം തരും എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവം പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ആൻഡമാനിൽ ശുശ്രൂഷയിലായിരിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ. അശോകനെ, ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ആ അസുഖം മാറി എന്നുള്ളത് സ്കാനിങ്ങിലും ഒക്കെയാണ്. പക്ഷെ ക്യാൻസർ എന്ന് പറയുന്നത് രണ്ടാമതും വരാൻ സാധ്യതയുണ്ട്. ദൈവമക്കൾ എളിയവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ശുശ്രൂഷ ഒത്തിരി ചെയ്യുവാൻ ആഗ്രഹം. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് 75 വയസ്സ് വരെ എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും തന്നെ ഈ ജീവനോടെ ഇരിക്കണം, യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കണം. കർത്താവിന്റെ വരവ് താമസിച്ചാലുള്ള ഒരു ആഗ്രഹമാണ്. ആമേൻ. അതൊരു ദൈവമായുസ്സും ആരോഗ്യം തരുമെങ്കിൽ അങ്ങനെ തന്നെ ഈ ദേശത്തിന്റെ മധ്യത്തിൽ കർത്താവിനെ ഉയർത്തണമെന്നും ശുശ്രൂഷിക്കണമെന്നും ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്നു. ആമേൻ. എത്രത്തോളം ദൈവന്റെ സാക്ഷ്യം കേട്ടിരുന്ന എല്ലാ ദൈവമക്കളോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന പ്രിയ ജോയ്സ് ടിവിയോടും പ്രിയ പാസ്റ്റർ ആൻഡിയോടും ഉള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവത്തിൻ്റെ വചനമാണല്ലോ, അത് ജീവനുള്ളതാണ്, അത് ജീവിപ്പിക്കുന്നതാണല്ലോ, അത് ദൈവമാണല്ലോ. കർത്താവിൻ്റെ ദാസന് കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 75 വയസ്സല്ല 80 വയസ്സ് വരെയും ശുശ്രൂഷിപ്പാനുള്ള എല്ലാ ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് നൽകി തരട്ടെ. അനേക ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ കർത്താവിൻ്റെ ദാസനെ കുടുംബമായി കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരുപാട് പ്രയാസത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിലൂടെ കടന്നു പോയല്ലോ. ദേവദാസന് ശാരീരികമായി അസ്വസ്ഥയായിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ജയ സിസ്റ്റർ എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു. ഞങ്ങളന്ന് സംസാരിക്കുവാനിടയായി തീർന്നപ്പോൾ എന്നോട് ഓക്കെ എന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവം കേൾക്കുവാനും കർത്താവ് നടത്തിയ വഴികൾ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവമേ നീ എന്നെ ഒന്ന് ഇത് ചെയ്യണമേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം തരണമേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഒരു അനുഭവത്തിലൂടെ എന്തോ ചെയ്തു, കടത്തിവിട്ടല്ലോ. അതൊരു ബലമാണല്ലോ കർത്താവിൻ്റെ ദാസന്. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ആ കഴുകൻ്റെ ജീവിതത്തിനുണ്ടാകുന്നതായ ആ പ്രതികൂല അവസ്ഥകൾ അതൊക്കെ മാറി ഒരു പുതിയ തൂവൽ വെച്ച് അത് വളരും, അതൊരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു പോകും. അപ്പോൾ കർത്താവിൻ്റെ ദാസനെ ദൈവം ഒരു പുതിയ അനുഭവത്തിലൂടെ ആക്കി തീർത്തിരിക്കുകയാണ്. ഇനി ആൻഡമാനിൽ അനേക വൻ കാര്യങ്ങളെ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനും കർത്താവ് ഉപയോഗിക്കട്ടെ. എല്ലാ ഞങ്ങളുടെ ആശംസകളും അറിയിക്കുന്നു. ദേവദാസന് ബലവും ശക്തിയും എല്ലാം കർത്താവ് നൽകി തരട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ, നല്ല അനുഭവ സാക്ഷ്യം ഷെയർ ചെയ്യുവാൻ കാണിച്ച സ്നേഹത്തിനും മനസ്സിനും നന്ദി അറിയിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ. താങ്ക് യു പാസ്റ്ററെ. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സർവശക്തനാം ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിൽ ഇന്ന് ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിതാവ്, ഇന്നുവരെ ഞങ്ങൾ വന്നത്, ഇന്നുവരെ ഞങ്ങൾ ആയിത്തീർന്നത് അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ വിശ്വസ്തതയാണ്, അങ്ങയുടെ കരത്തിന്റെ ബലമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പിതാവേ, ഈ ഭൂമിയിലെ ആയുസ് ദൈവം ഞങ്ങൾക്ക് തന്നത് അങ്ങയെ മാനിച്ച്, അങ്ങയെ സ്നേഹിച്ച്, അങ്ങയുടെ വചനങ്ങളെ അനുസരിച്ച് ജീവിപ്പാനുള്ള സമയമാണല്ലോ. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങ് തന്ന ആ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട്, അങ്ങ് ഏൽപ്പിച്ച ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ജോയ്സ് ടിവിയിൽ കൂടെ അനേക ദൈവമക്കളുടെ മുമ്പാകെ ഈ സാക്ഷ്യം ഒന്ന് പങ്കുവെക്കുവാൻ കർത്താവ് നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. അവരുടെ മനസ്സിനെ, അവരുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ,
അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചറിയുന്ന നല്ല സമയങ്ങളാക്കി കർത്താവ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. യേശുവേ, ഞങ്ങളെ വിളിച്ച വിളിയിൽ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇതിന്റെ പ്രേക്ഷകരെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്ന പിതാവേ. നിങ്ങളുടെ വരവിന് വേണ്ടി, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കുന്ന ഈ ശുശ്രൂഷ, അനേകർക്ക് പ്രചോദനമാകുന്ന ഈ ശുശ്രൂഷ, അതിന്റെ ശാഖകളായി വർദ്ധിച്ചു വരുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. പാസ്റ്ററിനായി സ്തോത്രം. കർത്താവേ, ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം ഫ്ലറിഷ് ചെയ്യുന്നതിനായി നന്ദി പറയുന്ന കർത്താവ് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അപ്പ അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കിയ ഞങ്ങൾ സൗഖ്യമാകും. അങ്ങ് ഞങ്ങളെ നിർത്തിയാൽ ഞങ്ങൾ നിൽക്കും. അങ്ങ് ഞങ്ങളെ നടത്തിയാൽ ഞങ്ങൾ നടന്ന് മുന്നേറും പിതാവേ. അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചാൽ ഞങ്ങൾ ജയിച്ച് ജയാളിയായി മാറും കർത്താവേ. അങ്ങനെ അങ്ങയുടെ ജനത്തെ ചെയ്ത് അനുഗ്രഹിച്ച് നടത്തുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ.